സ്പെഷ്യൽ ഇലക്ഷൻ ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കേരളം ചിന്തിക്കുന്നത് എന്ത് എന്ന് ഓരോ മണ്ഡലങ്ങളായി എടുത്ത് നമ്മൾ പരിശോധിച്ചുകൊണ്ടുള്ള യാത്ര തുടങ്ങിയത് ഇന്നലെയാണ്. ഇന്നത്തേക്ക് എത്തുമ്പോൾ ഇന്നലെ പൂർത്തിയാക്കാതെ വെച്ച മണ്ഡലങ്ങൾ, ഇന്നലെ എത്ര മണ്ഡലങ്ങളിലൂടെയായിരുന്നു നമ്മുടെ യാത്ര? 6 മണ്ഡലങ്ങളാണ്. അതെ, അപ്പോൾ ഇന്ന് നമുക്ക് 6 എടുത്താലോ? അതെ, 6 മണ്ഡലങ്ങളിലൂടെ നമുക്ക് വിശദമാക്കാം. ഇനി ഒരു പക്ഷേ സമയം അനുവദിക്കുമെങ്കിൽ അടുത്തൊരു മണ്ഡലത്തിൽ കൂടി പോകും. അതെ, അപ്പോൾ എണ്ണം കൂടാനും കുറയാനും സാധ്യതയുണ്ട്. സമയം അനുവദിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. സമയം അനുവദിക്കുമോ എന്നുള്ളതാണ് കേരളവും ചിന്തിക്കുന്നത്. ആർക്ക് വോട്ട് കുത്തണം, ആരെ ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് വിടണം, കേരളം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക്, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്ന ദിവസങ്ങളാണ് നമുക്ക് അരികെ എത്തിയിരിക്കുന്നത്. ഇത്ര നാൾ കണ്ടതിനേക്കാൾ അതുക്കും മേലെ ആവേശം, അതുക്കും മേലെ വീര്യം. കഴിഞ്ഞ മണിക്കൂറുകളിൽ തെരഞ്ഞെടുപ്പ് ചൂട് ആളിക്കത്തിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തിടെയൊന്നും ഇത്രമാത്രം വിഷയങ്ങൾ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ലെന്നാണ് ഇത്തവണത്തെ മഹാഭാരത യുദ്ധത്തെ ശ്രദ്ധേയമാക്കുന്നത്. മുന്നണി ബന്ധങ്ങൾ മാറി മറിയുന്നു. അതായത് 19-1 എന്ന ടാലിയിലാണ് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഫിനിഷ് ചെയ്തതെങ്കിൽ ആ 19-ൽ നിന്ന് 1 അടർത്തിയെടുത്ത് 18-2 ആക്കിയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് എന്നുള്ളതാണ് കേരളത്തിലെ മുന്നണിയിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. അതായത് കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി വിഭാഗം അത് UDF-നൊപ്പം നിന്ന് മത്സരിച്ച് ജയിച്ചു 2019-ൽ. 2024-ൽ മത്സരിക്കാൻ പോകുന്നതോ LDF-നൊപ്പം. അപ്പോൾ മുന്നണി ബന്ധങ്ങളിലെ മാറ്റം, പ്രാദേശിക നീക്കുപോക്കുകൾ, അതൊക്കെ ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഏത് രാഷ്ട്രീയ വിഷയത്തിലാണ് ജനം ഓരോ സ്ഥാനാർത്ഥിക്കും മാർക്ക് നൽകാൻ പോകുന്നത്? എല്ലാം അറിയാനുള്ള അടക്കി പിടിച്ചുള്ള കാത്തിരിപ്പിന്റെ ഈ ഘട്ടത്തിൽ സമഗ്രമായി അറിയേണ്ടതെല്ലാം അണിനിരത്തുകയാണ് ഈ ഒരു മണിക്കൂറിൽ. മഹാഭാരത യുദ്ധത്തിലേക്ക് സ്വാഗതം. സ്പെഷ്യൽ ഇലക്ഷൻ ഷോ. നമുക്കാദ്യം കോട്ടയത്ത് നിന്ന് തുടങ്ങാം. അക്ഷരങ്ങളുടെ നഗരം. അതെ, അക്ഷര നഗരി. കോട്ടയം എന്തുകൊണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം തന്നെയാണ് ഈ പ്രാവശ്യം. അതുകൊണ്ട് കോട്ടയത്തിന്റെ സവിശേഷതകൾ ആദ്യം നോക്കിയതിനു ശേഷം നമുക്ക് അതിന്റെ വിശകലനത്തിലേക്ക്. അതെ, അതിന്റെ രാഷ്ട്രീയമായ ഇപ്പോഴത്തെ പോൾ പൊസിഷൻ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ആദ്യമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച മത്സര ചിത്രം തെളിഞ്ഞ മണ്ഡലമാണ് കോട്ടയം. 44 വർഷത്തിന് ശേഷം കേരള കോൺഗ്രസുകൾ മുഖാമുഖം പോരാട്ടത്തിനിറങ്ങുന്നു എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. UDF-ന്റെ ഉറച്ച കോട്ടയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 6 തവണ ചെങ്കൊടി പാറിയ ചരിത്രവുമുണ്ട് കോട്ടയത്തിന്. അപ്പോൾ നമുക്ക് 2024-ലെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് നോക്കാം. സ്ഥാനാർത്ഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. കോട്ടയത്ത് 2024-ൽ അംഗം കുറിച്ചിരിക്കുന്ന ആളുകൾ, അംഗചേകവന്മാർ ഇതാ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആ ചേകവന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. സ്ഥാനാർത്ഥികൾ: ഫ്രാൻസിസ് ജോർജ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. UDF-ന് വേണ്ടി കരുത്തനായ ഫ്രാൻസിസ് ജോർജ് ഇറങ്ങുമ്പോൾ മറുഭാഗത്ത് 2019-ൽ UDF-ന് വേണ്ടി വിജയിച്ച് ഇക്കുറി LDF-ന് വേണ്ടി അണിനിരക്കുന്ന തോമസ് ചാഴികാടൻ. കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി തോമസ് ചാഴികാടൻ ഇക്കുറി ഇറങ്ങുന്നു. തുഷാർ വെള്ളാപ്പള്ളിയാണ് NDAയുടെ സ്ഥാനാർത്ഥി. അവൈലബിൾ ബെസ്റ്റ് എന്ന രീതിയിൽ BDJS-ന് തുഷാർ വെള്ളാപ്പള്ളിയെ തന്നെ കോട്ടയത്ത് അണിനിരത്തുകയാണ്. അപ്പോൾ സ്ഥാനാർത്ഥികളെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി 2019-ലെ തെരഞ്ഞെടുപ്പ് ഫലം അത് ആർക്കാണ് എഡ്ജ് നൽകുന്നത്? തോമസ് ചാഴികാടനായിരുന്നു ജയം. പക്ഷേ മുന്നണി മാറ്റം തോമസ് ചാഴികാടന്റെ ഇക്കുറി കിട്ടുന്ന വോട്ട് വിഹിതത്തെ അത് ബാധിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകളുടെ എണ്ണം ഇതാ വന്നു കഴിഞ്ഞു സ്ക്രീനിൽ. തോമസ് ചാഴികാടൻ അന്ന് സ്വന്തമാക്കിയത് 4,21,046 വോട്ടുകളാണ്. VN വാസവൻ 3,14,787 വോട്ടുകൾ നേടിയപ്പോൾ PC തോമസ് NDA സ്ഥാനാർത്ഥി നേടിയത് 1,55,135 ആണ്. ഫലമോ 1 ലക്ഷം കടന്ന ഭൂരിപക്ഷം നൽകിയാണ് തോമസ് ചാഴികാടനെ കോട്ടയം ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് വിട്ടത്. 1,06,251 വോട്ടുകളുടെ ഭൂരിപക്ഷം. ഇനി നമുക്ക് ആ മുന്നണികൾക്ക് ലഭിച്ച വോട്ട് വിഹിതം കൂടി പരിശോധിക്കാം. വോട്ട് വിഹിതത്തിൽ എത്രമാത്രം അന്തരം നിൽക്കുന്നുണ്ട്, അത് മറികടക്കാൻ ഇക്കുറി അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന കേരള കോൺഗ്രസുകൾക്ക് കഴിയുമോ എന്ന് നോക്കാം. നോക്കൂ, വലിയൊരു മാർജിനുണ്ട്, വലിയൊരു വ്യത്യാസം അവിടെയുണ്ട്. വോട്ട് വിഹിതം നിൽക്കുന്നത് അങ്ങനെയാണ്. UDF-ന് 46.24% വോട്ടുകളുള്ളപ്പോൾ LDF-ന് 12% വോട്ട് കുറവാണ്. 34.57% LDF-ന്റെ വോട്ട് വിഹിതം. NDAയുടേത് നോക്കൂ, വളരെ ആശ്വാസം നൽകുന്നതെന്ന് ഒരു ഘട്ടത്തിൽ പറയാം. കാരണം 15-ന് മുകളിലുണ്ട്. 17.04% NDAയ്ക്ക് കോട്ടയത്തുള്ള വോട്ട് വിഹിതം. ഇനി 2019-ലെ അതേ ചിത്രമാണോ 2021 നൽകിയത് എന്നുകൂടി നോക്കാം. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എങ്ങനെയാണ് ഈ ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചിന്തിച്ചത്? അതിന്റെ ചാർട്ടിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇടത്തോട്ടോ അതോ വലത്തോട്ടോ? കൃത്യമായ പോൾ പൊസിഷനാണ്. പിറവവും പാലായും കടുത്തുരുത്തിയും കോട്ടയവും പുതുപ്പള്ളിയും UDF-നൊപ്പം നിന്നപ്പോൾ ഏറ്റുമാനൂരും വൈക്കവും LDF-നൊപ്പം നിൽക്കുന്ന കൃത്യമായ രാഷ്ട്രീയ സ്വഭാവമുള്ള കോട്ടയത്തെ നിയമസഭാ മണ്ഡലങ്ങൾ നൽകുന്ന രാഷ്ട്രീയ ചിത്രം ഇങ്ങനെയാകുമ്പോൾ ആർക്കാണ് എഡ്ജ് കിട്ടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ വിധി നിർണ്ണയിക്കുക സാമുദായിക വോട്ടുകളാണ്. സാമുദായിക സമവാക്യം എന്ന് പറയുന്നത് കോട്ടയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കൃത്യമായി വോട്ട് കുത്തുന്ന, കൃത്യമായി ആരെ ജയിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ സാമുദായിക വോട്ടുകളാണ്.
കോട്ടയം മണ്ഡലത്തിൽ ഹിന്ദു വിഭാഗം 56.10%. അപ്പോൾ ഹിന്ദു വോട്ടുകൾ ഒരേയിടത്തേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു സ്വഭാവം കോട്ടയം മണ്ഡലത്തിലില്ല. അതുകൊണ്ട് തന്നെ അത് എങ്ങോട്ടൊക്കെ മാറി മറിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്ത്യൻ വിഭാഗവും അതുപോലെ തന്നെയാണ്, 38.70%. അതിൽ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞും നിൽക്കുന്ന കാലഘട്ടമാണ്. അവരുടെ വോട്ടുകൾ ഇക്കുറി എവിടെ വീഴുമെന്നുള്ളത് പ്രധാനപ്പെട്ടതുമാണ്. മുസ്ലിം വിഭാഗത്തിന് വളരെ കുറവാണ്, 5% മാത്രം പ്രാതിനിധ്യമാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. മറ്റുള്ളവർ 0.2% മാത്രമാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടത് ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളാണ്. അത് കോട്ടയത്തെ വിധിയെ എങ്ങനെ സ്വാധീനിക്കുമെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഉണ്ണിസാർ, ഈ കേരളത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കിക്കാണുന്ന ഒരു മണ്ഡലം തന്നെയാണ് കോട്ടയം എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ സുജയെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുന്നണിയിലുണ്ടായിട്ടുള്ള മാറ്റമാണ് അല്ലേ. 2021 കേരള കോൺഗ്രസ് എം UDF LDFിൻ്റെ ഭാഗമായി മാറുന്നു. എന്നിട്ട് പോലും നോക്കൂ, ഈ സംസ്ഥാനത്തുടനീളം LDF തരംഗമുണ്ടായിരുന്നിട്ട് കൂടി കോട്ടയം ജില്ല മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് 5 സീറ്റുകൾ അവിടെ UDFിനാണ് ലഭിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ. അതായത് കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിയുടെ പാർട്ടി LDFിനോടൊപ്പം കൈകോർത്ത് പിടിച്ചതിന് ശേഷവും പാലയടക്കമുള്ള മണ്ഡലങ്ങളിൽ, അതായത് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതല്ലേ. അതെ, അപ്പോൾ KM മാണി സാറിൻ്റെ പിന്നെ എത്രയോ 5-6 തെരഞ്ഞെടുപ്പ്, അത് കൂടുതലല്ലേ, ഏതാണ്ട് 50 വർഷത്തോളം അദ്ദേഹം പ്രതിനിധീകരിച്ച മണ്ഡലം 13 തെരഞ്ഞെടുപ്പുകളിൽ പാലയായിരുന്നു അദ്ദേഹത്തിന്റെ മണ്ഡലം. ആ മണ്ഡലത്തിൽ ജോസ് കെ മാണി തോറ്റു. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും പിന്നെ എന്താണ് നമ്മുടെ മാണി സി കാപ്പൻ വിജയിക്കുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ കേരളത്തിൽ ഈ പറയുന്ന കേരള കോൺഗ്രസ് രാഷ്ട്രീയം പിന്നെ LDFിന് അനുകൂലമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തി കൂടി ചോദ്യം ചെയ്യുക, കേരള കോൺഗ്രസ് എമ്മിന് എത്ര ശക്തിയുണ്ട്, അതെ, ആ ശക്തി തെളിയിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ നടക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ നിർണായകമായ സമയത്ത് ചാഴികാടൻ അപ്പുറത്തേക്ക് പോയി. ചാഴികാടനെ തോൽപ്പിക്കേണ്ടത് ജോസഫ് വിഭാഗത്തിന്റെ ഒരു അത്യാവശ്യമായ പ്രധാനപ്പെട്ട ആ ഒരു വൈരം അവിടെ നിൽക്കുന്നുണ്ട്. ഇക്കുറി സാധാരണ കോൺഗ്രസും കേരള കോൺഗ്രസ് വിഭാഗങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഇത്തവണ കേരള കോൺഗ്രസ് ജോസഫും കോൺഗ്രസും ഒന്നിച്ചു നിൽക്കും ഫ്രാൻസിസ് ജോർജിന് വേണ്ടി. അതാണ് കോട്ടയത്ത് സംഭവിക്കാൻ പോകുന്നത്. അത് മാത്രവുമല്ല, ചാഴികാടന് കാര്യങ്ങൾ എളുപ്പമാക്കില്ല. അത് മാത്രമല്ല, പിന്നെ PC തോമസ് കഴിഞ്ഞ പ്രാവശ്യം NDAയുടെ ഭാഗമായിട്ട് നിന്ന് PC തോമസ് മത്സരിച്ച മണ്ഡലമാണ് കോട്ടയം മണ്ഡലം. ആ മണ്ഡലത്തിൽ ഇപ്രാവശ്യം PC തോമസ് നിൽക്കുന്ന ആരുടെ കൂടെയാണ്? ഫ്രാൻസിസ് ജോർജിനോടൊപ്പമാണ്. വലിയ വോട്ട്, 17% വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം PC തോമസ് വാങ്ങിച്ചത്. മണ്ഡലമാണത്. അതെ, അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഒരു ശക്തമായ വെല്ലുവിളിയാണ് ചാഴിക്കാടൻ അവിടെ നേരിടുന്നത്. ചാഴിക്കാടനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് ആ മണ്ഡലത്തിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. ചാഴിക്കാടനാണ് എംപിമാരിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിച്ചയാൾ. 4 ലക്ഷം മാത്രമേ അക്കൗണ്ടിൽ ബാക്കിയുള്ളൂ എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു വളരെ ജനകീയനായ മനുഷ്യനുമാണ്. പക്ഷേ ഇപ്പുറത്ത് ഫ്രാൻസിസ് ജോർജും അതുപോലെ തന്നെ മകനാണ്. അതെ, ജോർജ് KM ജോർജിന്റെ മകനാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് കോട്ടയം എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, 56% ഹിന്ദു വോട്ടുള്ള ഒരു മണ്ഡലമാണത്. ഇപ്പോൾ ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണെങ്കിൽ കൂടിയും NSSന്റെ ആസ്ഥാനം നിൽക്കുന്ന മണ്ഡലമാണ്. അതെ, അപ്പോൾ ആ മണ്ഡലത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പം കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് MLA എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും NSSന് സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണത്. കേരള കോൺഗ്രസ് എമ്മിന് നിശ്ചയമായും സ്വാധീനമുണ്ട്. അതുപോലെ തന്നെ ഈഴ വോട്ടുകൾ പ്രധാനമാണ്. അതുപോലെ തന്നെ ജോസഫ് ഗ്രൂപ്പിന് വളരെ പ്രാധാന്യമുണ്ട് ആ മണ്ഡലത്തിൽ. ആ അർത്ഥത്തിലൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു മണ്ഡലമാണ്. ഇത്തവണത്തെ ഒരു പോൾ അരിത്തമെറ്റിക് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെ കണക്ക് വെച്ച് നമുക്ക് കൂട്ടിക്കിഴിക്കാൻ പറ്റുന്നതല്ല. കാരണം ഈ മുന്നണി മാറ്റം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഷിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മറ്റ് 19 മണ്ഡലത്തിലും ഇല്ലാത്ത ഒരു പ്രത്യേകത കോട്ടയത്തിന് അതുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. തോമസ് ചാഴികാടന് എളുപ്പമാകില്ല എന്ന് ഞാൻ പറഞ്ഞത്. 2 കേരള കോൺഗ്രസിന്റെ പ്രസക്തി തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. നിശ്ചയമായും. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നോക്കൂ, 2019 തെരഞ്ഞെടുപ്പിൽ VN വാസവനാണ്, അന്ന് കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്നു വാസവൻ, ഇപ്പോൾ മന്ത്രിയാണ് വാസവൻ. VN വാസവനാണ് അവിടെ കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് കോട്ടയത്ത് ഇറക്കിയതെങ്കിലും അന്ന് രാഹുൽ ഗാന്ധിയുടെയും ശബരിമലയുടെയും ഒക്കെ തരംഗത്തിൽ 1 ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിലാണ് തോമസ് ചാഴിക്കാടൻ വിജയിക്കുന്നത്. തോമസ് ചാഴിക്കാടൻ നല്ല പെർഫോമറുമായിരുന്നു. ഫ്രാൻസിസ് ജോർജ് വരുന്നതോടുകൂടി മത്സരം വളരെ കടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്മൃതി പറഞ്ഞത് ഒരു കാര്യമുണ്ട് ഉണ്ണി സാർ, അഡ്വാൻറ്റേജ് നിൽക്കുന്നത് LDFനാകെ പഞ്ചായത്ത് ഭരണം കൈവശമുള്ള ഇടങ്ങളിലാണ്. പക്ഷേ പഞ്ചായത്ത് ചിന്തിച്ചതുപോലെ ലോക്സഭ ചിന്തിക്കില്ല എന്നുള്ളതാണ് കോട്ടയത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം. അത് മാത്രവുമല്ല, കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തെ കുറിച്ചുള്ളൊരു ഹിതപരിശോധന കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ തീരുമാനം ശരിയാണോ അല്ലയോ എന്ന് ജോസ് കെ മാണിക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു അവസരമായിരിക്കും ഈ 2024 കോട്ടയം തെരഞ്ഞെടുപ്പ് ഫലം. അപ്പോൾ നമുക്ക് കോട്ടയത്തെ കുറിച്ചുള്ള വിശകലനം അവസാനിപ്പിച്ച് നേരെ പാലക്കാട്ടേക്ക് വിട്ടാലോ? ഇന്ന് പാലക്കാടിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി, അവിടെ വലിയ റോഡ് ഷോ നടന്നിട്ടുള്ള ഒരു മണ്ഡലമാണ്. നിശ്ചയമായും പാലക്കാട് വളരെ പ്രതീക്ഷ BJP വെച്ച് പുലർത്തുന്ന മണ്ഡലവുമാണ്.
ഇടതുപക്ഷം തിരിച്ചുവരവിനും പ്രതീക്ഷിക്കുകയാണ്. ഇടതു കോട്ടയായി ഏറെക്കാലം വാഴ്ത്തപ്പെട്ട ലോക്സഭാ മണ്ഡലമാണ് പാലക്കാട്. 2019 തെരഞ്ഞെടുപ്പിൽ ബാലികേറാമലയല്ല ഈ കോട്ട പൊളിയുമെന്ന് കോൺഗ്രസ് തെളിയിച്ച കാഴ്ചയും നമ്മുടെ മുന്നിലുണ്ട്. വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് 2024 എത്തുമ്പോൾ പാലക്കാട്ടെ രാഷ്ട്രീയം അവിടുത്തെ കാലാവസ്ഥ പോലെ തന്നെ കൊടും ചൂടിലേക്ക് നീങ്ങുകയാണ്. നഷ്ടപ്പെട്ട കോട്ട വീണ്ടെടുക്കാൻ LDFും പിടിച്ചടക്കിയത് നിലനിർത്താനുള്ള UDFിന്റെയും പോരാട്ടമാണ് ഇത്തവണ പാലക്കാട് നടക്കുക. അട്ടിമറി വിജയമാണ് BJPയുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് പാലക്കാട്ടെ സ്ഥാനാർത്ഥികളെ സ്വാഗതം ചെയ്യാം. സ്ഥാനാർത്ഥികളെ കുറിച്ച് ഇന്ന് പാലക്കാടിനെ കുറിച്ച് നമ്മൾ കുറച്ച് കൂടുതൽ പറഞ്ഞു. കാരണം പാലക്കാട് ഇന്ന് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആയതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളൊക്കെ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കൂടുതലായി വന്നതും പാലക്കാട്ടാണ്. സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് സുപരിചിതരാണ്. പാലക്കാട്ടെ സ്ഥാനാർത്ഥികൾ സിറ്റിംഗ് MP VK ശ്രീകണ്ഠൻ തന്നെയാണ് കോൺഗ്രസിന് വേണ്ടി വീണ്ടും ഇറങ്ങുന്നത്. A വിജയരാഘവൻ CPIM പൊളിറ്റ് ബ്യൂറോ അംഗം ഇടതുപക്ഷത്തിന് വേണ്ടി വീണ്ടും ഒരു പോരാട്ടം കടുപ്പിക്കുന്നതിനായി ഇറങ്ങുകയാണ്. C കൃഷ്ണകുമാർ BJPയുടെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണയും മത്സരിച്ചത് C കൃഷ്ണകുമാറാണ്. വോട്ട് ഉയർത്തുന്നതിലാണ് C കൃഷ്ണകുമാറിന്റെ പ്രതീക്ഷ നിൽക്കുന്നത്. പാലക്കാട് ഇക്കുറി പ്രവചനാതീതമായി നിൽക്കുകയാണ്. 3 പേരും തുല്യ ശക്തികളെന്നാണ് അവിടെ എത്തുമ്പോൾ വോട്ടർമാരും പറയുന്നത്. 2019 തെരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ട് കാര്യം. തെരഞ്ഞെടുപ്പ് പാലക്കാട് നടന്നത് ആ ഒരു തരംഗത്തിന്റെ തുടർച്ചയാണെന്നൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോഴും എത്ര വീതം വോട്ടുകൾ ഇവർക്ക് കിട്ടിയെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. VK ശ്രീകണ്ഠന് കിട്ടിയ വോട്ടുകൾ 3,99,274 ആണെങ്കിൽ MP രാജേഷിന് കിട്ടിയത് 3,87,637 ആണ്. C കൃഷ്ണകുമാറിലേക്ക് വന്നു കഴിഞ്ഞാൽ 2,18,556 C കൃഷ്ണകുമാർ നിൽക്കുന്നു. നോക്കൂ, ഭൂരിപക്ഷം എന്ന് പറയുന്നത് 11,637 അപ്പോൾ വളരെ ചെറിയൊരു ഭൂരിപക്ഷമാണ്. അത് ആരിക്കുറി അട്ടിമറിച്ച് വിജയത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. മുന്നണികൾ തിരിച്ചുള്ള വോട്ട് വിഹിതത്തിലേക്ക് കൂടി നമുക്ക് വളരെ പെട്ടെന്ന് പോകാം. വോട്ട് വിഹിതത്തിലും ഇത്രയും ഭൂരിപക്ഷമല്ലേ ഉള്ളൂ. അപ്പോൾ വോട്ട് വിഹിതത്തിലും കാര്യമായ അന്തരമൊന്നും അവിടെയില്ല. UDFും LDFും തമ്മിൽ കേവലം 1% വോട്ട് വ്യത്യാസം മാത്രമാണ് ഉള്ളത്. UDFിന് 38.81% വോട്ടുകൾ, LDFിന് 37.68%, NDAക്ക് 20 കടന്ന് വോട്ട് ശതമാനമുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട്. 21.24% വോട്ടുകളുമായി NDAയും കരുത്തു തെളിയിച്ച് നിൽക്കുന്നതാണ് നമ്മൾ പാലക്കാട്ട് കാണുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് നിയമസഭ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് അത് ഒരു സൂചകമായി മാറുമോ ഇക്കുറി എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കാരണം ചുവന്ന് കിടക്കുന്ന മണ്ണ് തിരിച്ചു ചുവപ്പിക്കുക എന്നുള്ളതാണ് വലിയ ദൗത്യം. മണ്ണാർക്കാട് മാത്രമാണ് UDFിന്റെ കയ്യിലുള്ളത്. നോക്കൂ, പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, പാലക്കാടും മണ്ണാർക്കാടും UDFിനൊപ്പം, മറ്റ് 5 മണ്ഡലങ്ങൾ LDFിനൊപ്പം. മലമ്പുഴയും കോങ്ങാടും ഒറ്റപ്പാലവും ഷൊർണൂരും പട്ടാമ്പിയും LDFിനൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ തിരിച്ച് ചുവപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ LDF സ്ഥാനാർത്ഥി A വിജയരാഘവന്റെ പ്രതീക്ഷ കൂട്ടുന്നത്. ഇനി നമുക്ക് നോക്കാം സാമുദായികമായുള്ള സമവാക്യങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി നിയന്ത്രിക്കുക എന്നുള്ളത്. അവിടെ ഹിന്ദു വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് മുസ്ലിം വോട്ടുകളും. ഈ 2 വിഭാഗങ്ങൾ തീരുമാനിക്കും ആര് ജയിക്കണം, ആര് തോൽക്കണം എന്നുള്ളത്. ഹിന്ദു വിഭാഗത്തിൽ നോക്കൂ, 66.20% 66 എന്ന് നമുക്ക് റഫ്ലി പറയാം. ക്രിസ്ത്യൻ വിഭാഗത്തിന് 3.6% പാലക്കാട്ട് വോട്ടുള്ളൂ. മുസ്ലിം വിഭാഗം 30%-അടുത്തുണ്ട്. 29.60% മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് ശതമാനം ഇവിടെ കിടക്കുന്നത്. മറ്റുള്ളവരെല്ലാം കൂടി ഒരു 0.6% പാലക്കാട്ടുള്ളത്. അപ്പോൾ പാലക്കാട്ട് സാമുദായിക സമവാക്യം വളരെ പ്രധാനമല്ലേ മാഡം? വളരെ പ്രധാനമാണ്. ഇപ്പോൾ BJP കഴിഞ്ഞ തവണ ഈ പറഞ്ഞ മറ്റേ 20% കടന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഇത്തവണയും അതേ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുന്നു. BJPയുടെ വോട്ടുകൾ മുഴുവൻ BJPക്ക് തന്നെ പോകും. VK ശ്രീകണ്ഠൻ എന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ ദുർബലനായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കിയത്. അന്നത്തെ പോരാട്ടവും ആ രൂപത്തിലാണ്, ഇഞ്ചോടിഞ്ച് മത്സരമായിരുന്നു. പക്ഷേ ഇത്തവണ ശക്തനായ സ്ഥാനാർത്ഥിയായിട്ടാണ് ശ്രീകണ്ഠൻ വരുന്നത്, ദുർബലനല്ല. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. വിജയരാഘവനാവട്ടെ CPIMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ്. പാർട്ടി വോട്ടുകൾക്കപ്പുറം വിജയരാഘവന് പിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ശ്രീകണ്ഠന് പാർട്ടി വോട്ടുകൾക്കപ്പുറം കിട്ടാനുള്ള സാധ്യത അവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഏതൊക്കെ മേഖലകളിൽ മണ്ണാർക്കാടിൽ മുസ്ലിം വോട്ടുകളുണ്ട്, ആ മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും തന്നെ പിടിക്കുമെന്നുള്ള ആത്മവിശ്വാസം ശ്രീകണ്ഠനുണ്ട്. പട്ടാമ്പിയിലുള്ള നായർ വോട്ടുകളും പിടിക്കുമെന്ന് പറയുന്നു. BJPക്ക് കിട്ടിയിരുന്ന വോട്ടുകൾ, നേരത്തെ ചിതറി പോയിരുന്നു എന്ന് കരുതുന്ന വോട്ടുകൾ അങ്ങനെ ചിതറുന്നില്ല, BJPയിലേക്ക് തന്നെ. ഈ 2014 MP രാജേഷ് MP വീരേന്ദ്രകുമാറിനെ തോപ്പിക്കുന്ന 1 ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ്. അപ്പോൾ വലിയ വിജയമാണ് അവിടെ പിന്നെ MP രാജേഷ് നേടിയത്. പക്ഷേ 2019 വരുമ്പോൾ കേരളത്തിലെ 2 മണ്ഡലങ്ങളിലാണ് 2019 ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നത്. അതിലൊരു മണ്ഡലം പാലക്കാടാണ്, ഒരു മണ്ഡലം ആലപ്പുഴയാണ് അല്ലേ? ഈ പറയുന്ന ശബരിമല വിഷയം ഉണ്ടായിട്ടും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വരവിന് ശേഷവും വലിയ തരംഗം UDFിന് അനുകൂലമായിട്ടുണ്ടായിരുന്നിട്ടും LDF വലിയ ഫൈറ്റ് കാഴ്ചവെച്ച 2 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമാണ് പാലക്കാട്. അവിടെ തന്നെ പാലക്കാട്ട് ഞാൻ
വിചാരിക്കുന്നത് അവിടെ MP രാജേഷിന് വിനയായത് ആ പാർട്ടിക്ക് അകത്തുണ്ടായ ഉൾപ്പോരുകൾ തന്നെയാണ്. അത് അവിടെ ഒരു വിഭാഗീയ പ്രവർത്തനം പോലും നടന്നിട്ടുണ്ട്. ഈ MP രാജേഷ് ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്നതാണ് വിജയിച്ചു എന്ന് തന്നെ വിചാരിച്ചിരുന്നതാണ്. അവിടെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന 11,000 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ്, 1% വ്യത്യാസത്തിലാണ് രാജേഷ് അവിടെ തോറ്റുപോയത്. അപ്പം അവിടെ നിശ്ചയമായും CPM-നും ഇടതുപക്ഷ മുന്നണിക്കും വലിയ ശക്തിയോട് നമ്മളിപ്പോൾ കണ്ടതുപോലെ 5 മണ്ഡലങ്ങളിലും അവരാണ് 2021 വിജയിച്ചത്. ഇപ്പോൾ പക്ഷേ ഒരു ആശയക്കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ചാൽ VK ശ്രീകണ്ഠൻ ആയാലും വിജയരാഘവൻ ആയാലും രണ്ടുപേർക്കുമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ C കൃഷ്ണകുമാർ അവിടെ കൂടുതൽ വോട്ട് സമാഹരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു സ്പോയിലർ എഫക്റ്റ് കൃത്യമായി പാലക്കാട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് അടിത്തട്ടിലേക്ക് വരുമ്പോൾ അത് ആരുടെ വോട്ടാണ് ചോർത്തുക എന്നുള്ള ആശങ്ക രണ്ടുപേർക്കുമുണ്ട്. അതുകൊണ്ട് വിജയരാഘവൻ നമ്മൾ സംസാരിക്കുമ്പോഴൊന്നും ഉറപ്പിച്ച് പറയുന്നില്ല ജയം ഉറപ്പാണ്, അല്ലെങ്കിൽ ഇത്ര മാർജിനിലേക്ക് പോകാൻ കഴിയും, പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ്, എന്നിട്ട് പോലും അദ്ദേഹം എന്തും സംഭവിക്കാം എന്നുള്ള ഒരു സ്റ്റാൻഡാണ് അവിടെ എടുക്കുന്നത്. മണ്ഡലത്തിൽ എത്രത്തോളം അദ്ദേഹം പരിചിതനാണെന്നൊരു വിഷയം കൂടിയിട്ടില്ല. 89-ലാണ് അദ്ദേഹം മുമ്പ് മത്സരിച്ചിരുന്നത്. അന്ന് അദ്ദേഹം വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അതെ, അപ്പൊ പക്ഷേ വേറെ പ്രശ്നം വെച്ചാൽ അതെ ദേശീയ പ്രസിഡന്റാണ്. അതുപോലെ C കൃഷ്ണകുമാർ, നിശ്ചയമായും C കൃഷ്ണകുമാർ അവിടെ വളരെ പ്രധാനപ്പെട്ട ഗംഭീരമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായിരുന്നു. ഈ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ മലമ്പുഴയിൽ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്, 2ാം സ്ഥാനത്തായിരുന്നു. അപ്പോൾ ഒട്ടും തന്നെ മോശമല്ല. പക്ഷേ അവിടെ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉദ്വേഗജനകമായ മണ്ഡലമായിരുന്നല്ലോ പാലക്കാട് എന്ന് പറയുന്നത്, അല്ലേ? ഷാഫിയും മെട്രോമാൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ശ്രീധരനുമായിട്ടുള്ള മത്സരം ഒരു ഘട്ടത്തിൽ ഷാഫി 5000 വോട്ടിൻ്റെയൊക്കെ പുറകിൽ പോയി. പിന്നീട് അങ്ങോട്ടേക്ക് അവസാനം പാലക്കാട് കേന്ദ്രീകരിച്ചായിരുന്നു നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് വാർത്തകൾ മുഴുവൻ നമ്മൾ നൽകിക്കൊണ്ടിരുന്ന ആ മണ്ഡലത്തിലേക്ക് നമ്മൾ ഓരോ വോട്ടും 5000, 4000 അവസാനം 3000 മുകളിൽ വോട്ടെടുത്ത് വിജയിച്ച് വന്ന ഷാഫി പ്രാവശ്യം വടകരയിൽ മത്സരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. എന്തായാലും LDF-നെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും ഒരുപോലെ പ്രതീക്ഷ വെച്ച് പുലർത്താൻ പറ്റുന്നൊരു മണ്ഡലമാണ്. അവിടെ നമ്മൾ ഈ സാമുദായിക സമവാക്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ 30% മുസ്ലിം വോട്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആ മുസ്ലിം വോട്ട് ഇക്കുറി കൃത്യമായി VK ശ്രീകണ്ഠന്, കാരണം ഞാനത് VK ശ്രീകണ്ഠൻ സമാഹരിക്കും എന്ന് പറയുന്നത് അവരുടെ സഖ്യകക്ഷിയാണ് മുസ്ലിം ലീഗ്, അല്ലെ? UDF-ന്റെ സഖ്യകക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ലീഗിന് ആ വോട്ട്, ആ ബ്ലോക്ക് കൃത്യമായി ഇൻടാക്റ്റ് ആക്കി നിർത്താനും അത് കൃത്യമായി ശ്രീകണ്ഠന്റെ ബാലറ്റ് കൊണ്ടുവരാനും കഴിഞ്ഞാൽ വിജയരാഘവനിലേക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്ക് ആ വോട്ടുകൾ പോകാനുള്ള ഒരു സാധ്യത സമസ്ത എന്ന് പറയുന്ന ഒരു പാലം പാലക്കാട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ 29.60 എന്ന് പറയുന്നത് ഇൻടാക്റ്റ് ആയി UDF-നൊപ്പം നിൽക്കില്ല. ഉണ്ട് സാർ, പാലക്കാട് പക്ഷേ ഘടകങ്ങൾ അത്രത്തോളം പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. അത് മാത്രമല്ല, അതെ, ഇനിയിപ്പോ നോക്കൂ, സമസ്ത ഒരു മണ്ഡലത്തിൽ മാത്രമായിട്ടായിരിക്കില്ല പ്രവർത്തിക്കുക. ഇനിയിപ്പോൾ അത് പാലക്കാട് പ്രവർത്തിക്കാം, കോഴിക്കോട് പ്രവർത്തിക്കാം, മലപ്പുറത്ത് പ്രവർത്തിക്കാം, കാസർഗോഡ് പ്രവർത്തിക്കാം, കണ്ണൂർ പ്രവർത്തിക്കാം. സമസ്ത ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രമായിട്ട് പ്രവർത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു തീരുമാനമുണ്ട് എങ്കിൽ അത് നിശ്ചയമായും ഈ പറയുന്ന ലീഗിന്റെ വോട്ട് ബാങ്കിൽ പിളർപ്പുണ്ടാക്കുകയും അതിന്റെ ഗുണം രണ്ടു കൂട്ടർക്കും, അത് LDF-നും UDF-നും കിട്ടുകയുള്ളൂ. പക്ഷേ അതിന്റെ പെർസെൻറ്റേജിൽ എത്ര മാറ്റങ്ങൾ ഉണ്ടാകുന്നതനുസരിച്ച് വിജയപരാജയങ്ങൾ നിശ്ചയിക്കും. പക്ഷേ അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് സമസ്ത ആ രീതിയിൽ ലീഗിന്റെ ഒരു നിലനിൽപ്പിന് വെല്ലുവിളിയാകുന്ന എന്തെങ്കിലും ഒരു നീക്കം സമസ്ത ഇക്കുറി നടത്താൻ സാധ്യതയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ത്യയിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലും കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിലും ലീഗിനെ ദുർബലപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു നീക്കം സമസ്തയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് ചരിത്രപരമായി വലിയ വിഡിത്തമായി മാറും. അതിന് അവർ പിന്നീട് മറുപടി പറയേണ്ടി വരും. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലേക്കൊന്നും പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വലിയ സാധ്യതയാണ് പിന്നെ നിശ്ചയമായും ഉണ്ട്. അപ്പോൾ പാലക്കാട്ടെ ഒരു സാഹചര്യം, സിറ്റിംഗ് MP VK ശ്രീകണ്ഠന് സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണ്. വിജയരാഘവനും C കൃഷ്ണകുമാർ ഉയർത്തുന്ന വെല്ലുവിളി ഒരു ഭാഗത്തുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഈ സാമുദായിക സമവാക്യങ്ങൾ കൂടുതൽ തുണയ്ക്കാൻ പോകുന്നത് VK ശ്രീകണ്ഠനെയാണ് എന്നുള്ളതാണ് നിലവിലെ ഒരു യാഥാർത്ഥ്യം. നമുക്കൊരു ചെറിയ ഇടവേള എടുത്താലോ? ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം കൂടുതൽ മണ്ഡലങ്ങളിലെ വിശകലനങ്ങളിലേക്ക്. വെൽക്കം ബാക്ക് ടു ദ ഗ്രേറ്റ് ഇന്ത്യൻ ബട്ടിൽ. നമ്മുടെ സ്പെഷ്യൽ ഇലക്ഷൻ ഷോയിൽ നമ്മൾ 2 മണ്ഡലങ്ങൾ ഇന്ന് പരിശോധിച്ചു കഴിഞ്ഞു. അടുത്തതായി നമ്മൾ പോകുന്നത് കുറച്ച് തെക്കോട്ടാണ്. അതെ, തെക്കോട്ടെന്ന് പറഞ്ഞാൽ കൊല്ലത്തെത്തി നമ്മുടെ വണ്ടി ബ്രേക്ക് ചെയ്യും. കൊല്ലത്ത് മത്സരത്തിനിറങ്ങുമ്പോൾ ഏറെ ആത്മവിശ്വാസമാണ് UDF ക്യാമ്പിന്. കാരണം NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു സിംഗിൾ നെയിം അത് തന്നെ ഒരു ക്യാച്ചാണ് എന്ന് കരുതിയാണ് UDF ഈ പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നത്. കൊല്ലം പിടിക്കാൻ LDF ആകട്ടെ പഠിച്ച പണി 18 പയറ്റുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല എന്നാണ് UDF നേതൃത്വം കരുതുന്നത്. ഉരുക്കുകോട്ടയായ കൊല്ലത്തെ തുടർച്ചയായ തോൽവി CPM-ന് വല്ലാത്ത നീറ്റല. നമുക്ക് സ്ഥാനാർത്ഥികളെ സ്വാഗതം ചെയ്യാം. കൊല്ലം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ, കൊല്ലത്ത് 2 സ്ഥാനാർത്ഥികളെ ആയിട്ടുള്ളൂ. മൂന്നാമത്തെ സ്ഥാനാർത്ഥികൾ ഇന്നോ നാളെയോ വന്നേക്കും. നമുക്ക് വന്ന 2 പേരെയും വിളിക്കാം. NK പ്രേമചന്ദ്രൻ സിറ്റിംഗ് MP ഇത്തവണയും മത്സരരംഗത്തുണ്ട്. UDF-ന് വേണ്ടി, ഇടതുപക്ഷത്തിന് വേണ്ടി ഇറങ്ങുന്നത് കൊല്ലം MLA M മുകേഷ് ആണ്. M മുകേഷിനെ ഇറക്കിക്കൊണ്ടുള്ള ഒരു പരീക്ഷണമാണ് ഇടതുപക്ഷം കൊല്ലത്ത് നടത്തുന്നത്. NDAക്ക് ഇതുവരെ കൊല്ലത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ 2 പേരുടെ സാധ്യതകൾ വെച്ച് നമുക്ക് ഈ വിശകലനത്തിലേക്ക് പോകാം. 2019 തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പ് ഫലം അത് എങ്ങനെയായിരുന്നു, എൻ കെ പ്രേമചന്ദ്രന് എത്ര മികച്ച ഒരു വിജയമാണ് അവിടെ കിട്ടിയത് എന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, എൻ കെ പ്രേമചന്ദ്രൻ കിട്ടിയ വോട്ടുകളുടെ എണ്ണം 4,99,677 വോട്ടുകളാണ് എൻ കെ പ്രേമചന്ദ്രൻ നേടിയത്. എതിർ സ്ഥാനാർത്ഥി, ജില്ലയിലെ തന്നെ കരുത്തനായ എതിർ സ്ഥാനാർത്ഥിയാണ് കെ എൻ ബാലഗോപാൽ. കെ എൻ ബാലഗോപാലിന് നേടാൻ കഴിഞ്ഞത് 3,50,000 ആണ്. 3,50,821 വോട്ടുകൾ മാത്രമാണ്. കെ വി സാബുവാണ് എൻ ഡി എക്ക് വേണ്ടി ഇറങ്ങിയത്. സാബുവിന് കിട്ടിയ വോട്ടെണ്ണവും വളരെ കുറവാണ്. നോക്കൂ, 1,03,339. സാബുവിന് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതലാണ് എൻ കെ പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം, 1,48,869 വോട്ടുകൾ. 2019 എങ്ങനെയാണ് മുന്നണികൾ സമാഹരിച്ച വോട്ടുകൾ, ആ വിഹിതം, അതിന്റെ ഒരു ശതമാന കണക്ക് കൂടി നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് വിശകലനത്തിലേക്ക് പോകാം. യു ഡി എഫിന് വലിയ ഒരു ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ പോരാ, മൃഗീയമായ ഒരു ഭൂരിപക്ഷമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഡിജിറ്റ്സ് എങ്ങനെയാണ്, അപ്പോൾ ശതമാനവും വ്യത്യസ്തമാകില്ല. യു ഡി എഫിന് കിട്ടിയ വോട്ട് വിഹിതം അതിൽ ചെറിയ പാളിച്ചയുണ്ട്. 50%-ലധികമാണ് കൊല്ലത്ത് യു ഡി എഫിന് കിട്ടിയ വോട്ട് വിഹിതം. 51.57% യു ഡി എഫ് സ്വന്തമാക്കിയ വോട്ടുകൾ. എൽ ഡി എഫ് 36.20, എൻ ഡി എ 10.66%. ഇങ്ങനെയാണ് ആ വോട്ട് വിഹിതം നിൽക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊല്ലത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരിടത്ത് മാത്രമാണ് ചുവക്കാതെ കിടക്കുന്നത്. അത് കുണ്ടറയാണ്. കുണ്ടറയിലൊന്ന് കാലിടറിപ്പോയതാണ്, അല്ലെങ്കിൽ സമഗ്രാധിപത്യത്തിലേക്ക് പോകാൻ കഴിയുമായിരുന്നു കൊല്ലത്ത്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു അഡ്വാൻറ്റേജ് അതവിടെ നിൽക്കുന്നുണ്ട്. അത് ഇത്തവണ ലോക്സഭയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ? എം മുകേഷിനെ ഇറക്കിയത് ഫലം കാണുമോ? എൻ കെ പ്രേമചന്ദ്രനെ അട്ടിമറിക്കാൻ അത് മതിയോ? അതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. സാമുദായിക വോട്ടുകൾ വളരെ പ്രധാനമാണ്. സാമുദായിക വോട്ടുകൾ എന്ന് പറയുമ്പോൾ അവിടെ ഹിന്ദു വോട്ടുകൾ വിധി നിർണ്ണയിക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദു വോട്ടുകൾ അത് ഏത് തരത്തിലാണ് മാറി മറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. സാമുദായിക സമവാക്യത്തിലേക്ക് നമുക്ക് വരാം. ആ സാമുദായിക സമവാക്യത്തിന് മുൻപ് ആകെ കുണ്ടറ മാത്രമേ ഉള്ളൂ ഉണ്ണിസാർ. നിശ്ചയമായും ഈ പറയുന്ന പി സി വിഷ്ണു അത് മാത്രമാണ് അല്ലേ? കുണ്ട്ര എന്ന് പറയുന്നത് എം എ ബി വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. മേഴ്സിക്കുട്ടിയമ്മ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. അതാണ്. അപ്പം ഈ 7 മണ്ഡലങ്ങളിൽ 6 മണ്ഡലവും ശരിക്കും പറഞ്ഞാൽ കൊല്ലമാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ കോട്ട എന്ന് പറയാവുന്നത് അല്ലെ? കണ്ണൂരിനേക്കാളും എല്ലാ 2016 തൂത്തുവാരി വിജയമാണ്. പിന്നെ 7 മണ്ഡലങ്ങളും വിജയിച്ച് വന്ന ജില്ലയാണ് പിന്നെ കൊല്ലം എന്ന് പറയുന്നത്. അപ്പം പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ കൊല്ലം മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, കൊല്ലം മണ്ഡലവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കത്തിലാണ് പിന്നെയും മുന്നണി മാറ്റം ഉണ്ടായത്. അതായത് 2014 പ്രേമചന്ദ്രൻ അവിടെ സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു, പക്ഷേ കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നു. അതോടുകൂടി RSP മുന്നണി വിട്ട് UDF വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയ മാറ്റം അവിടെ സംഭവിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 96-ലും 98-ലും എൻ കെ പ്രേമചന്ദ്രൻ വിജയിച്ച മണ്ഡലമാണ് കൊല്ലം. അതിനുശേഷം 99-ലാണ് അത് CPM പിടിച്ചെടുക്കുകയും രാജേന്ദ്രൻ അവിടെ മത്സരിച്ച് വിജയിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും അവിടേക്ക് പ്രേമചന്ദ്രന് വരാനുള്ളൊരു താല്പര്യം 2006 മുതൽ 2011 വരെ കൊല്ലംകാർക്ക് പക്ഷേ ഇപ്പോൾ പ്രേമചന്ദ്രനോടൊരു പ്രേമമുണ്ട്, ഒരു മുഹബത്തുണ്ട്. അത് മാത്രമല്ല, പ്രേമചന്ദ്രന്റെ നോക്കൂ, പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയാണല്ലോ ചെയ്തത്. 2014 37,000 ആയിരുന്നു അദ്ദേഹത്തിന്റെ 1.5 ലക്ഷം അടുപ്പിച്ചായി. അതെ, അത് നേരെ പിന്നെ ഒരു എന്താ പറയാ 1.20 കണ്ടായി. അപ്പം തുടർച്ചയായി ഭൂരിപക്ഷം വർദ്ധിക്കുന്ന രീതിയിലുള്ള MP ആണ്. ഇപ്പോൾ പാർലമെന്റിലെ നല്ല പെർഫോമൻസ് ആണ്. അവിടെ ഒരു താരതമ്യം നടക്കുന്നത് MP എന്ന നിലയ്ക്കുള്ള പ്രേമചന്ദ്രന്റെ പെർഫോമൻസ്, MLA എന്ന നിലയ്ക്കുള്ള മുകേഷിന്റെ പെർഫോമൻസ്, അങ്ങനെ ഒരു താരതമ്യം അവിടെ നടക്കുന്നുണ്ട്. മാത്രമല്ല, ഏതൊക്കെ സമയങ്ങളിൽ LDF എൻ കെ പ്രേമചന്ദ്രനെതിരെ ആരോപണങ്ങൾ അല്ലെങ്കിൽ ചില പ്രത്യേക ചാപ്പകൾ കുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അദ്ദേഹത്തിന് അത് ഗുണം ചെയ്യുന്നതാണ്. ഇത്തവണയും അതാണ്. ഇപ്പോൾ സംഘി ചാപ്പ തനിക്കെതിരെ സംഘി ചാപ്പ കുത്തുന്നു. നേതാക്കന്മാരൊക്കെ മനഃപൂർവ്വം പറയുന്നുണ്ട് എൻ കെ പ്രേമചന്ദ്രൻ നായർ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ വോട്ടുകൾ അങ്ങനെ വരുന്നത് കൊണ്ടാണ് എൻ കെ പ്രേമചന്ദ്രൻ ജയിക്കുന്നത് എന്ന് പറയുന്നു. എൻ കെ പ്രേമചന്ദ്രന്റെ വ്യക്തിപ്രഭാവത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നതിൽ അവിടെയാണ്, ആ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിലാണ് ഇടതുപക്ഷത്തിന് പിഴയ്ക്കുന്നത്. അല്ല, പക്ഷെ അവിടെ വേറെ പ്രശ്നമുണ്ട്. അതിനൊരു സൗകര്യമായി എൻ കെ പ്രേമചന്ദ്രൻ കാണുന്നുണ്ട് കേട്ടോ. ഇപ്പൊ 2019 അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുമ്പോൾ ഈ പറയുന്ന നമുക്ക് നോക്കൂ, ആ മണ്ഡലത്തിൽ ഹിന്ദു വോട്ട് എന്ന് പറയുന്നത് 70%. ഹിന്ദു വോട്ട് വളരെ പ്രോമിനന്റ് ആയ. ശരി, ഞാൻ ആ സാമുദായിക സമവാക്യം നമ്മുടെ പ്രേക്ഷകരോടും കൂടി പറയാം. ഉണ്ണിസാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഹിന്ദു വോട്ടുകൾ അതിന് തന്നെയാണ് കൊല്ലത്ത് പ്രോമിനൻസ് ഉള്ളത്. അതിന്റെ കണക്കുകളിലേക്ക്, കൃത്യമായ കണക്കുകളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഹിന്ദു വോട്ടുകൾ 69.10%, വലിയ ഒരു കണക്ക് തന്നെയാണത്. 70%-നടുത്ത ഹിന്ദു വോട്ടുകളാണ്. അല്ലെങ്കിൽ ഹിന്ദു വോട്ടുകൾ എന്ന് പറയുമ്പോൾ അതിൽ നായർ വോട്ടുകൾ, ഈഴ വോട്ടുകൾ അങ്ങനെ സ്പ്ലിറ്റപ്പെടുത്താൽ പോലും വലിയ രീതിയിൽ ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായി
ആ സാമുദായിക സമവാക്യങ്ങൾ നിൽക്കുകയാണ്. ക്രിസ്ത്യൻ വോട്ടുകൾ 12.40% ഉള്ളത്. മുസ്ലിം വോട്ടുകളുമുണ്ട് 18.10%. മറ്റുള്ളവരെല്ലാം ചേർത്ത് 1.4%. അങ്ങനെയാണ് ഈ സാമുദായിക സമവാക്യം കൊല്ലം മണ്ഡലത്തിൽ നിൽക്കുന്നത്. ഉണ്ണിസാർ, ഈ സാമുദായിക സമവാക്യം എന്ന് പറയുമ്പോൾ ഈ 69 അതൊരു ബിഗ് ഫിഗർ ആണ്, ഭയങ്കര ഫിഗറാണ്. അതിനകത്ത് 70% തന്നെ നമുക്ക് എടുക്കാം. 70% എടുക്കുമ്പോൾ അതിനകത്ത് നായർ ഈഴവ വോട്ടുകൾ വളരെ പ്രധാനമാണ്. ഇവിടെ നോക്കൂ, ഇതിനകത്ത് ആ വോട്ട് ബാങ്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ഇൻടാക്റ്റ് ആയിട്ട് പ്രേമേന്ദ്രനൊപ്പമാണ്. അതിനകത്ത് പ്രത്യേകിച്ച് നായർ വോട്ട് സമാഹരിക്കുന്നതിൽ പ്രേമേന്ദ്രൻ വലിയ വിജയവുമാണ്. അത് പ്രധാനമായിട്ടും ഈ പരനാറി പ്രയോഗത്തിന് ശേഷം നായർ വോട്ട് വലിയ രീതിയിൽ പ്രേമേന്ദ്രന് അനുകൂലമായിട്ട് അവിടെ കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടു. പിന്നെ ഒരു 18% മുസ്ലിം വോട്ട് എന്ന് പറയുന്നത്, ആ മുസ്ലിം വോട്ടും ഈ നായർ വോട്ടുമാണ് യഥാർത്ഥത്തിൽ പിന്നെ പ്രേമേന്ദ്രന്റെ ശക്തി എന്ന് പറയുന്നത്. 50% മുകളിലാണ് വോട്ട് വിഹിതം. അതെ, അമ്പലപ്പുഴ ഭാഗത്തെ സവർണ വോട്ടുകൾ ഇപ്രാവശ്യം കൃത്യമായിട്ടും പ്രേമേന്ദ്രന് പോകും. അമ്പലപ്പുഴ ഭാഗത്ത് വരുന്നില്ലേ? ഇല്ല, അമ്പലപ്പുഴ വരില്ല. ഉറപ്പാണ്. അമ്പലപ്പുഴ ആലപ്പുഴ. ശരി, അതെനിക്ക് തെറ്റിയായിരിക്കും. പക്ഷേ അപ്പുറത്ത് മുകേഷിനെ നിർത്തുമ്പോൾ ഈഴവ വോട്ടുകൾ അത് കൂടുതലായി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയ്ക്ക് കാരണം BJP പ്രശ്നമുണ്ട്. അത് ഗുണം ചെയ്യും മുകേഷിനെന്നാണ് വിചാരിച്ചത്. എനിക്ക് തോന്നുന്നത് ഇത്തവണ NDA നിർത്താൻ പോകുന്ന അവിടുത്തെ സ്ഥാനാർത്ഥി, BJPക്കാണ് കൊല്ലം സീറ്റ്, അപ്പോൾ BJP അവിടെ നിർത്താൻ പോകുന്നത് ഒരു നായർ കാൻഡിഡേറ്റിനെ ആണെങ്കിൽ ഈ രീതിയിൽ NK പ്രേമേന്ദ്രന് കിട്ടിക്കൊണ്ടിരിക്കുന്ന, അതായത് BJPയിൽ നിന്ന് ഒഴുകി അപ്പുറത്തേക്ക് പോകുന്ന സ്വാഭാവികമായ ഒരു ഒഴുക്കുണ്ടാകുമല്ലോ. രണ്ട് പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ, സന്ദീപ് വചസ്പതിയുടെ പേരും പറഞ്ഞു കേൾക്കുന്നു, കൃഷ്ണകുമാറിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നു. അതെ, അപ്പോൾ അവിടെ വരുന്ന ആ കാൻഡിഡേറ്റ് ആരായിരിക്കും എന്നുള്ളത് ഇത്തവണ NK പ്രേമേന്ദ്രൻ തോൽക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് സാധ്യത വളരെ കുറവാണ്. പക്ഷേ മാത്രമല്ല ഭൂരിപക്ഷം കൂടുമോ നോക്കിയാൽ മതി. ഏകപക്ഷീയമായിരിക്കും കൊല്ലത്തെ മത്സരം, അങ്ങനെ തന്നെ ഉറപ്പിക്കാം. ഏകപക്ഷീയമാണ്. കാരണം ചില അഡ്വാൻറ്റേജ് പ്രേമേന്ദ്രനാണ്. പ്രേമേന്ദ്രൻ അവിടെ ഒരു പെർഫോമിംഗ് MP ആണ്. പിന്നെ ഈ പറയുന്ന സാമുദായിക സമവാക്യങ്ങളൊക്കെ നന്നായി തനിക്ക് അനുകൂലമാക്കാൻ കഴിയുന്ന തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരിടയ്ക്ക് ഐഷ പോറ്റിയുടെ പേര് പറഞ്ഞു കേട്ടിരുന്നു. അങ്ങനെയായിരുന്നു കുറച്ചുകൂടി വോട്ട് സമാഹരിക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞു. പക്ഷേ വേറെ കാര്യമുണ്ട് സ്മൃതി, കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് ഒട്ടും മോശം കാൻഡിഡേറ്റ് അല്ല. KN ബാലഗോപാലാണ് അവിടെ മത്സരിച്ചത്. കൊല്ലം ജില്ലാ സെക്രട്ടറി, CPMന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറിയാണ് ബാലഗോപാലാണ് അവിടെ മത്സരിച്ചത്. ബാലഗോപാൽ മത്സരിച്ചപ്പോഴാണ് അവിടെ ഭൂരിപക്ഷം കൂടിയത് പ്രേമേന്ദ്രന്റെ. അതിന് മുമ്പ് മത്സരിച്ചപ്പോൾ പിന്നെ MA ബേബിയാണ് മത്സരിച്ചത്. 37,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ. MA ബേബി വിജയിക്കുമെന്ന് ഉറപ്പിച്ച മണ്ഡലമാണ് കൊല്ലം എന്ന് പറയുന്നത്. അപ്പോഴാണ് ഈ പരനാറി ഉണ്ടാകുന്നത്. കൊല്ലം MLA M മുകേഷിനോട് താല്പര്യമുള്ള ആളുകൾക്ക് പോലും സർക്കാരിനെതിരെ ഒരു വികാരമുണ്ടെങ്കിൽ, കാരണം മന്ത്രിമാരൊക്കെ ഉള്ള ഒരു ജില്ലയാണല്ലോ, മണ്ഡലമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിന്റെയൊക്കെ ഒരു തിരിച്ചടി കിട്ടാൻ പോകുന്നത് M മുകേഷിനായിരിക്കും. അദ്ദേഹം വ്യക്തിപരമായി വോട്ട് പിടിച്ചാലും മറുഭാഗത്ത് ഇങ്ങനെയൊരു അണ്ടർ കറന്റ് അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ കൊല്ലത്ത് കാര്യങ്ങൾ ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ BJPക്കോ അത്ര എളുപ്പമല്ല. കാരണം വളരെ സ്ട്രോങ് ഫൈറ്റർ ആൻഡ് കാൻഡിഡേറ്റ് ആണ് NK പ്രേമചന്ദ്രൻ എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. അതിനിപ്പോൾ നമ്മൾ ഒരു ആനുകൂല്യത്തിന്റെ ഒരു അടിസ്ഥാനം പോലും നൽകേണ്ടതില്ല. മറ്റു മത്സരം ഇടതുപക്ഷവും UDF തമ്മിൽ തന്നെയാണ്. അതിനകത്ത് ഏറ്റവും അഡ്വാൻറ്റേജ് ഉള്ളത് പ്രേമേന്ദ്രൻ UDF തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു ആശയക്കുഴപ്പമില്ല. യഥാർത്ഥത്തിൽ വളരെ മുന്നിലാണ് പ്രേമേന്ദ്രൻ. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥാനാർത്ഥി കൂടി വരുമ്പോൾ ഏത് രീതിയിലാണ് NK പ്രേമചന്ദ്രന്റെ വോട്ട് ചോർത്തുമോ വോട്ട് ഉയർത്തുമോ ഇപ്പോൾ വൈകി പ്രഖ്യാപിക്കാൻ പോകുന്ന NDAയുടെ സ്ഥാനാർത്ഥി എന്നതിലേക്ക് നമുക്ക് അടുത്ത ഘട്ടത്തിലെത്താം. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി ആയിട്ടില്ല, അതുകൊണ്ട് ഈ രണ്ടുപേരെ വെച്ചാണ് നമ്മൾ ഈ വിശകലനം നടത്തിയത്. നമുക്ക് കൊല്ലം പൂർത്തിയായെങ്കിൽ തൊട്ടടുത്തുള്ള മാവേലിക്കരയിലേക്ക് പോയാലോ? മാവേലിക്കരയും വളരെ സുപ്രധാനമായ ഒരു മണ്ഡലമാണ്. അതെ, അപ്പോൾ മാവേലിക്കരയിൽ ഇക്കുറി ഒരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് ആകാംക്ഷയുണ്ടാക്കുന്ന കാര്യം. കോട്ടയം, ആലപ്പുഴ, കൊല്ലം 3 ജില്ലകളിലും നിന്നുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന് രൂപീകരിച്ച ലോക്സഭാ മണ്ഡലമാണ് മാവേലിക്കര. 1962 മുതൽ 2019 വരെയുള്ള 15 തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ തവണയും UDFനെയാണ് മാവേലിക്കര പിന്തുണച്ചത്. നമുക്ക് സ്ഥാനാർത്ഥികളെ സ്വാഗതം ചെയ്യാം. മാവേലിക്കരയുടെ സ്ഥാനാർത്ഥികൾ 3 പേരുമായി കഴിഞ്ഞിരിക്കുകയാണ്. അതിലൊരു സ്ഥാനാർത്ഥി അല്പം ഒരു ചാട്ടമൊക്കെ കഴിഞ്ഞു വന്ന സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള അഡ്വാൻറ്റേജ് ആ ചാട്ടം കൊണ്ടുണ്ടാകുമോ എന്നുള്ളതും അറിയേണ്ടിയിരിക്കുന്നു. സ്ഥാനാർത്ഥികൾ സിറ്റിംഗ് MP കൊടിക്കുന്നിൽ സുരേഷ്, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലുകളുടെ ഒന്നും ആവശ്യമില്ല, സുപരിചിതനാണ്, ഒരു സീനിയർ MP എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. CA അരുൺകുമാർ ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയിലെ ഏറ്റവും ചെറുപ്പക്കാരൻ, 34 വയസ്സ് മാത്രം പ്രായമുള്ള CPIയുടെ CA അരുൺകുമാർ. ഇവർക്കെതിരെ എത്തുന്നത് BDJസിന് വേണ്ടി ബൈജു കലാശാലയാണ്. ബൈജു കലാശാലയുടെ പാർട്ടി വിടലും ഒക്കെ നേരത്തെയും നമ്മൾ ചർച്ച ചെയ്തതാണ്. 2019 തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊടിക്കുന്നിൽ സുരേഷും ചിറ്റയം ഗോപകുമാറും തമ്മിലായിരുന്നു പ്രധാനപ്പെട്ട പോരാട്ടം. അതിൽ അവർക്കിടയിലുണ്ടായ വോട്ട് വ്യത്യാസം എത്രയാണ്, ആ കണക്കുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. 2019 മാവേലിക്കരയുടെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, കൊടിക്കുന്നിൽ സുരേഷ് 4,40,415 വോട്ടുകൾ പിടിക്കുന്നു. ചിറ്റയം ഗോപകുമാർ 3,79,277, തഴവ സഹദേവൻ 1,33,546, ഭൂരിപക്ഷം 61,138.
അപ്പോൾ ഈ രീതിയിലാണ് അവിടെ വോട്ട് വീണത്. ഇനിയിപ്പോൾ വോട്ട് വിഹിതം അതിന്റെ ഒരു ശതമാന കണക്ക് കൂടി വളരെ പെട്ടെന്ന് പറയാം. UDF-നും LDF-നും തമ്മിലുള്ള വോട്ട് ശതമാനത്തിലെ അന്തരം 62,000 എന്ന് പറയുമ്പോൾ ഒരു ഏറെക്കുറെ ഒരു 6% അന്തരം മാത്രമേ ഉള്ളൂ. UDF-ന് 45.29%, LDF-ന് 39.1%, NDA-ക്ക് 15% താഴെയാണ്. നമുക്ക് കൃത്യമായി കാണാം 13.73%മാണ് NDA-യുടെ വോട്ട് വിഹിതം. അപ്പോൾ വോട്ട് വിഹിതം ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി അറിയേണ്ടത് 2021 നിയമസഭയിൽ മാവേലിക്കര എങ്ങനെയാണ് ചിന്തിച്ചത്. 3 ജില്ലകളിൽ നിന്നുള്ള മണ്ഡലങ്ങൾ ചേർന്നാണ് ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു കിടപ്പ്. അത് രാഷ്ട്രീയമായി എങ്ങനെയാണ് അതിനെ ബാധിച്ചിരിക്കുന്നത് എന്നതുകൂടി നോക്കാം. ചങ്ങനാശ്ശേരിയും കുട്ടനാടും മാവേലിക്കരയും എല്ലാം ചേർന്ന മണ്ഡലമാണ്. നോക്കൂ, ചുവന്ന് കിടക്കുകയാണ്. MP UDF-ന്റേതാണ്, പക്ഷേ MLA-മാരെല്ലാം LDF-ന്റേതാണ്. അപ്പോൾ ചുവന്ന് കിടക്കുന്ന മാവേലിക്കര ഇക്കുറി CA അരുൺകുമാറിലൂടെ ലോക്സഭയിൽ ചുവക്കുമോ എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടെ നോക്കുന്നത്. അതിനാസ്പദമായ മറ്റൊരു കണക്ക് കൂടി പറയണം. അത് മാവേലിക്കരയിലെ സാമുദായിക വോട്ടുകളാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സ്പ്ലിറ്റപ്പിലേക്ക് കൂടി നമുക്ക് പോകാം. എങ്ങനെയാണ് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വോട്ടുകൾ മാവേലിക്കരയിൽ കിടക്കുന്നത്? 64.10% വോട്ടുകളാണ് ഹിന്ദു വിഭാഗത്തിനുള്ളത്. ക്രിസ്ത്യൻ വിഭാഗം 21.84%, മുസ്ലിം 13.71%, മറ്റുള്ളവർ 0.35%. ഇങ്ങനെയാണ് അവിടുത്തെ സാമുദായിക സമവാക്യം നിൽക്കുന്നത്. അപ്പോൾ മാവേലിക്കരയുടെ ഒരു സാമുദായിക സമവാക്യം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ടു ആലപ്പുഴ, കൊല്ലം. കാരണം ഹിന്ദു വോട്ടുകൾ അത് എങ്ങോട്ട് ചായുന്നു എന്നുള്ളത്, ഹിന്ദുവിൽ തന്നെയുള്ള സ്പ്ലിറ്റപ്പുകൾ അതെങ്ങനെ സ്വാധീനിക്കുമെന്നുള്ളത് കൊടിക്കുന്നിലിനെ ഏറെ തുണച്ചിട്ടുള്ളതും ഒരു കാലത്ത് അതൊക്കെയാണല്ലോ. അതെ, 9 തെരഞ്ഞെടുപ്പുകളിൽ കൊടുക്കുന്നിൽ സുരേഷ് മത്സരിച്ചിട്ടുണ്ട്. 2 തെരഞ്ഞെടുപ്പിലേ തോറ്റിട്ടുള്ളൂ. ബാക്കി 7 തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ 35 വർഷമായിട്ട് തുടർച്ചയായി മത്സരിക്കുന്നു. അതെ, സീനിയർ MP ആണ്. പിന്നെ KPCC വർക്കിംഗ് പ്രസിഡന്റ് ആണ്. പിന്നെ നോക്കൂ, പക്ഷേ ആ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക, അത് മുമ്പ് അടൂരായിരുന്നു ആ മണ്ഡലം. അപ്പോൾ അവിടെ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ബാലികറാമലയായിട്ടുള്ളൊരു മണ്ഡലമൊന്നും അല്ല. അവിടെ കൊടിക്കുന്നിൽ സുരേഷ് തോറ്റിട്ടുമുണ്ട്. അവിടെ ചെങ്ങറ സുരേന്ദ്രൻ CPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അതുപോലെ രമേശ് ചെന്നിത്തലയെ തോപ്പിച്ചിട്ടുണ്ട് CA സുജാത ആ മണ്ഡലത്തിൽ. 2004. അതെ, അപ്പം ആ രീതിയിൽ ഇടതുപക്ഷത്തിന് ബാലികറാമലയല്ല. പക്ഷെ പൊതുവെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത് UDF-ന് ഒരു സേഫായ മണ്ഡലമാണ്. ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, പത്തനംതിട്ടയോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ് മാവേലിക്കര എന്ന് പറയുന്നത്. പത്തനംതിട്ടയിൽ കഴിഞ്ഞ പ്രാവശ്യം അത്ഭുതമാണ് കാണിച്ചത് സുരേന്ദ്രൻ. വലിയ മുന്നേറ്റമാണ് അവിടെ വോട്ടിനുണ്ടായത്. എന്തായിരുന്നു കാരണം? പത്തനംതിട്ട എന്ന് പറയുന്നതാണല്ലോ ഈ ശബരിമലയുടെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്. അതിന് തൊട്ടടുത്ത് കിടന്ന മാവേലിക്കര മണ്ഡലത്തിൽ ശബരിമലയ്ക്ക് അനുകൂലമായൊരു തരംഗം UDF-നെ കേന്ദ്രീകരിച്ചുണ്ടായപ്പോൾ അതിൻ്റെ നേട്ടം കിട്ടാതെ പോയ ആളുകളിൽ ഒരാളായിട്ടാണ് ഞാൻ ഈ മാവേലിക്കരയിലെ കൊടിക്കുന്നിൽ സുരേഷിനെ കാണുന്നത്. കാരണം 61,000 വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. അതൊന്നും പോരാ. ആ ജില്ലയിൽ തഴവ സഹദേവൻ വോട്ട് പിടിച്ചിട്ടുണ്ട്. എങ്കിൽ പടിപടിയായി ഇങ്ങനെ വോട്ട് കുറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ആ പറഞ്ഞ കണക്ക് 61,000 ഒരു മോശപ്പെട്ട ഭൂരിപക്ഷമല്ല. പ്രത്യേകിച്ച് 4-5 തവണ തുടർച്ചയായി മത്സരിച്ച് അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കൊരു ലോക്കൽ ഇൻകംബൻസി ഫാക്ടർ വരും. എന്നോടുകൂടിയും കൊടിക്കുന്നിൽ അവിടെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ആ അർത്ഥത്തിൽ UDF-നെ സംബന്ധിച്ച് സേഫായ മണ്ഡലമാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ LDF-ന്റെ 7 MLA-മാരും മാവേലിക്കരയിൽ LDF-നാണ്. ആ ഒരു സാഹചര്യമുണ്ട്. അപ്പം ആ അർത്ഥത്തിൽ നല്ല കാൻഡിഡേറ്റുമാണ് കേട്ടോ അരുൺകുമാർ. നല്ല കാൻഡിഡേറ്റ് ആണ്. പക്ഷേ പാർട്ടിക്കകത്ത് അദ്ദേഹത്തെ നിർത്തുന്നതിൽ ഒരു ചെറിയ പരിഹരിച്ചിട്ടുണ്ട്. കാരണം ജില്ലാ കൗൺസിലുകൾ ചേർന്നപ്പോൾ ഉണ്ടായ ചില വാഗ്വാദങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ പരിഹരിക്കാൻ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 34 വയസ്സുകാരനായ അരുൺകുമാറാണ് ഇത്തവണത്തെ ബേബി. സ്ഥാനാർത്ഥികളിലെ ബേബി അരുൺകുമാറാണ്. പക്ഷേ പ്രസംഗങ്ങൾ, അതുപോലെ തന്നെ ആളുകൾക്ക് ഇടയിലേക്ക് ചെന്ന് അവരെ കൺവിൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു യങ് ഫേസ്, അത് അരുൺകുമാറിന് അഡ്വാൻറ്റേജ് ആകാനുള്ള ഒരു സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. അങ്ങനെ നോക്കുമ്പം ഈ പറയുന്ന ഒരു ടഫായ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. UDF-നെ സംബന്ധിച്ചും LDF-ന് പ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലമാണ്. കേരളത്തിലെ LDF പ്രതീക്ഷിക്കാവുന്ന അപൂർവ മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമാണ്. പിന്നെ അതെ, പിന്നെ ബാലഗോപാൽ, പത്തനാപുരത്ത് നിന്ന് നമ്മുടെ പിന്നെ ഗണേഷ് കുമാർ, അപ്പം പിന്നെ വീണ ജോർജ് ഓഫ് കോഴ്സ്. അപ്പം സജി ചെറിയാൻ അല്ലേ, പത്തനംതിട്ടയിലാണ്. മറ്റേത് ചെങ്ങന്നൂരാണ് സജി ചെറിയാൻ. അപ്പോൾ ഈ 3 മന്ത്രിമാർ അവിടെയുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ പിന്നെ LDF-ന് വലിയ മേൽക്കൈയുള്ളൊരു സ്ഥലം തന്നെയാണ്. പക്ഷേ കൊടിക്കുന്നിൽ ഒരു നല്ല ഇലക്ഷൻ മാനേജറാണ്. കൊടിക്കുന്നിലിന് അറിയാം എങ്ങനെയാണ് വിജയിക്കുക. അതെ, അതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്. ചില സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ചില അടിപതറുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നല്ലൊരു എന്താ പറയുക, നല്ല ടാക്ടീഷ്യനാണ്, നല്ല പൊളിറ്റീഷ്യനാണ്. ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്കിടയിൽ നിന്ന് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണുപോയ ഒരു കാര്യമുണ്ട്. KPCC പ്രസിഡന്റ് ആവുക എന്ന ഒരു ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട്. നിയമസഭയിൽ മത്സരിച്ച് വിജയിച്ച് ഒരു മന്ത്രിയാവുക എന്ന ലക്ഷ്യവും അദ്ദേഹത്തിനുണ്ട്. 2 ഓഫീസുകളാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം തുറന്നിരിക്കുന്നത്. അത് വെറുതെ അല്ല. അപ്പോൾ നിയമസഭ ആഗ്രഹിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് ഇത്തവണ വലുതായ ഒരു മത്സരത്തിന് ഇറങ്ങാതിരുന്നാൽ അരുൺകുമാറിന് അവിടെ വഴി തെളിയും. അല്ല, പക്ഷെ വേറെ പ്രശ്നമുണ്ട് കേട്ടോ. ഒരു മത്സരത്തിൽ തോക്കുക എന്നത് കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ കഴിയില്ല. അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് മാത്രമല്ല, ഈ പറഞ്ഞ കണക്ക് KPCC പ്രസിഡന്റ് ആവുക എന്നുള്ളത്
സ്വാഭാവികമായിട്ടും കൊടിക്കുന്നിൽ ആകേണ്ടതാണ്. ഒരാൾ ആകേണ്ടതാണ്. അതെ. അപ്പൊ ഇനിയുള്ള ഒരു ഭാവി അങ്ങനെ കേരള കാരണം രാഷ്ട്രീയത്തിൽ മല്ലികാർജുൻ ഖർഗെ ദേശീയ പ്രസിഡന്റ് ആകുമ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് ഒരു ദളിത് മുഖം പ്രസിഡന്റ് ആകുന്നില്ല? ആ ചോദ്യം പ്രസക്തമാണ്. കേരളത്തിലെ കോൺഗ്രസ് കേൾക്കേണ്ട ചോദ്യമാണ്. അതെ, അപ്പൊ അതിനൊക്കെ സാധ്യതയുള്ളൊരു നേതാവ് തന്നെയാണ്. ഏതായാലും നല്ല പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന മണ്ഡലമാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും കൊടിക്കുന്നിൽ സുരേഷിന്റെ ശക്തിയിലും കരുത്തിലും തന്ത്രത്തിലും വിശ്വസിക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി തന്നെ നമുക്ക് അതിനെ വിലയിരുത്താം. ഓക്കെ, മാവേലിക്കരയുടെ വിശകലനം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായി 2 മണ്ഡലങ്ങളിലേക്ക് കൂടി പോകണം. ഒന്ന് ഉണ്ണിസാറിന്റെ മണ്ഡലം, ഒന്ന് എന്റെ മണ്ഡലം. ആലപ്പുഴയും പത്തനംതിട്ടയും പ്രേക്ഷകരെ കാത്തിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ആലപ്പുഴ ജില്ലയിലെ അരൂർ മുതൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി വരെ നീണ്ടു നിവർന്നു കിടക്കുന്ന തീരദേശ ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേരളം ഒട്ടാകെ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് നല്ല വേരോട്ടമുണ്ടെങ്കിലും പാർലമെന്റിൽ കൂടുതൽ എത്തിയത് കോൺഗ്രസ് എംപിമാരാണ്. അപ്പോൾ നമുക്ക് 2024 സ്ഥാനാർത്ഥികളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം. ആലപ്പുഴയുടെ സ്ഥാനാർത്ഥികൾ. ആലപ്പുഴയിൽ 2024 വാശിയേറിയ പോരാട്ടം, ശക്തമായ ത്രികോണ പോരാട്ടമാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. KC വേണുഗോപാൽ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം KC വേണുഗോപാൽ തിരിച്ചെത്തുകയാണ് ആലപ്പുഴയിലേക്ക്. കഴിഞ്ഞ തവണ ഷാനിമോൾ ഉസ്മാൻ ആയിരുന്നെങ്കിൽ ഇത്തവണ AM ആരിഫിനെ എതിരിടുന്നത് KC വേണുഗോപാലാണ്. ശോഭാ സുരേന്ദ്രൻ, BJPയുടെ കരുത്തുറ്റ മുഖമായ ശോഭാ സുരേന്ദ്രനും ആലപ്പുഴയിൽ അംഗത്തിനിറങ്ങുമ്പോൾ 3 പേരും കരുത്തരാണ്. അതുകൊണ്ട് തന്നെ പോരാട്ടവും കടുക്കുമെന്ന ചുരുക്കം. ആ പോരാട്ടം കടുക്കുമ്പോൾ 2019 തെരഞ്ഞെടുപ്പ് ഫലം അത് ആർക്കാണ് ആശ നൽകുന്നത്, ആർക്കാണ് നിരാശ നൽകുന്നത്, ആർക്കാണ് ആശങ്കയുണ്ടാക്കുന്നത്? ആ കണക്കുകളിലേക്ക് കൂടി വരാം. എങ്ങനെയാണ് AM ആരിഫ് ജയത്തിലേക്ക് എത്തിയത്, അത് എത്ര വോട്ടുകൾക്കായിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. AM ആരിഫിന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടെണ്ണം നോക്കൂ, 4,45,970. ഷാനിമോൾ ഉസ്മാൻ തൊട്ടടുത്തെത്തി, 4,35,496 വോട്ട് പിടിച്ചു ഷാനിമോൾ ഉസ്മാൻ. എങ്കിലും 10,474 വോട്ടുകൾക്ക് ജയം ആരിഫിനൊപ്പമായിരുന്നു. KS രാധാകൃഷ്ണനും വോട്ട് ശതമാനം ഉയർത്തി. ആലപ്പുഴയിൽ 1,87,729 KS രാധാകൃഷ്ണൻ പെട്ടിയിലാക്കിയ വോട്ടുകളുടെ എണ്ണം. അങ്ങനെ ഭൂരിപക്ഷം 10,474, വളരെ മിനിമം ഭൂരിപക്ഷമാണ്. അത് ഇക്കുറി എങ്ങനെയാണ്, ആരാണ് മറികടക്കാൻ പോവുക എന്നുള്ളതാണ് ആലപ്പുഴ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. 2019 മുന്നണികൾക്ക് എത്ര ശതമാനം വോട്ടാണ് അക്കൗണ്ടിലേക്ക് എത്തിയത് അതുകൂടി നോക്കാം. അതിലും വലിയ വ്യത്യാസമൊന്നുമില്ല. കേവലം 1% മാത്രം വ്യത്യാസമാണുള്ളത്. UDFന് 39.95% LDF ജയത്തിലേക്ക് എത്തുന്നത് 40.91% വോട്ടുകൾ നേടിക്കൊണ്ട് NDA 15% മുകളിലേക്ക് പോയ മണ്ഡലമാണ് ആലപ്പുഴ. 17.72% വോട്ടുകൾ NDAയുടെ പെട്ടിയിലുമുണ്ട്. 2021 നിയമസഭയിലേക്ക് വന്നപ്പോൾ ആ ഇടത് തരംഗത്തിൽ ആലപ്പുഴ എങ്ങനെയാണ് ചിന്തിച്ചത് എന്ന് കൂടി നമുക്ക് നോക്കാം. ഒരേ 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് ആലപ്പുഴയിൽ UDFന് ജയം സ്വന്തമാക്കാൻ കഴിഞ്ഞത്. അത് ഹരിപ്പാട് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലം, അതുപോലെ തന്നെ CR മഹേഷിന്റെ കരുനാഗപ്പള്ളി. 2 ഇടങ്ങൾ ഒഴിച്ച് ബാക്കി 5 ഇടങ്ങളിൽ ചുവന്നു കിടക്കുകയാണ്. ആ ചുവപ്പ് ആലപ്പുഴ മുഴുവൻ പടർത്താൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് AM ആരിഫിന് ഇക്കുറിയുമുള്ളത്. കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ വിജയം ആവർത്തിക്കാൻ കഴിയുമെന്ന് ആരിഫ് പ്രതീക്ഷിക്കുമ്പോൾ KC വേണുഗോപാൽ തിരിച്ചെത്തുന്നത് വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിച്ചല്ല. സാമുദായിക വോട്ടുകൾ പ്രധാന ഘടകമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഹിന്ദു വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആലപ്പുഴയിൽ. അത് ആരിലേക്ക് പോകുന്നു എന്നുള്ളതും അറിയേണ്ട കാര്യമാണ്. 72.1% മണ്ഡലത്തിലെ ഹിന്ദു വോട്ട് പെർസെന്റേജ്. ക്രിസ്ത്യൻ വോട്ടുകൾ 14.3%, മുസ്ലിം വോട്ടുകൾ 13.1%. അതായത് 27% ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളുടെ ഒരു കോമ്പിനേഷനിൽ അവിടെയുള്ളതെങ്കിൽ ഹിന്ദു വോട്ടുകൾ അതിനേക്കാൾ എത്രയോ കൂടുതലാണ്. 72.1% ഹിന്ദു വോട്ടുകളുടെ എണ്ണം, മറ്റുള്ളവർ 0.5%. ഇങ്ങനെയാണ് ആലപ്പുഴയുടെ ഒരു സാമുദായിക സമവാക്യം നിൽക്കുന്നത്. ആലപ്പുഴ എല്ലാ തവണയും ഈ ഹിന്ദു വോട്ടുകൾ കേന്ദ്രീകരിച്ച് പോൾ ചെയ്യുന്നതും KC വേണുഗോപാലിനെ ജയത്തിലെത്തിക്കുന്നതും നമ്മൾ 2014 വരെ കണ്ടു. 19 AM ആരിഫ് മണ്ഡലം പിടിക്കുകയാണ്. അതും ഭൂരിപക്ഷം നേർത്തതാണ്. ഇക്കുറി എന്താകും കാര്യങ്ങൾ ഉണ്ണിസാർ? ഇന്ന് നോക്കൂ, കണ്ണൂരുകാരനാണെങ്കിലും KC വേണുഗോപാൽ ഒരു ആലപ്പുഴക്കാരനായി മാറിയിട്ടുണ്ട്. അപ്പോൾ MLA ആയിട്ടും MP ആയിട്ടും ഒക്കെ പലതവണ ആലപ്പുഴയെ പ്രതിനിധീകരിച്ച ആളാണ്. KC വേണുഗോപാൽ വളരെ സ്ട്രോങ് ആയ കാൻഡിഡേറ്റ് ആണ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം. ഒരു സംശയവും വേണ്ട അതിനകത്ത്. വളരെ ഈസി ആയിട്ട് തന്നെ അവിടെ വിജയിക്കാൻ കഴിയും. ഞാൻ പറയാം, ഇപ്പോൾ 2019 എന്താ സംഭവിച്ചെന്ന് പറയാം. 2019 ഷാനിമോൾ ഉസ്മാനും AM ആരിഫും തമ്മിലായിരുന്നു മത്സരം. അവിടെ രാധാകൃഷ്ണന്റെ വോട്ട് നോക്കൂ, വളരെ പ്രധാനമാണത്. 1,80,000 വോട്ടാണ് KS രാധാകൃഷ്ണൻ BJPക്ക് വേണ്ടി പിടിച്ചത്. അത്രയും വോട്ട് BJPക്ക് അവിടെ ഇല്ല, ആ മണ്ഡലത്തിലില്ല. അവിടുത്തെ ഒരു പ്രധാന പ്രശ്നമായിട്ട് വന്നത് 2 മുസ്ലിം സമുദായത്തിൽപ്പെട്ട കാൻഡിഡേറ്റ്സ് മത്സരിച്ചപ്പോൾ ഒരു നല്ല വിഭാഗം ഹിന്ദുക്കൾ KS രാധാകൃഷ്ണൻ അവിടെ അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ദോഷം സംഭവിച്ചത് യഥാർത്ഥത്തിൽ UDFനാണ്. അവിടെ നിങ്ങൾക്ക് അവിടുത്തെ വേറൊരു കാര്യം കൂടി പ്രധാനമായിട്ടും പറയാം. 14% ക്രിസ്ത്യൻ വോട്ടുണ്ട്. അത് എൻ ബ്ലോക്കായിട്ട് UDFൻ്റെ വോട്ടാണ്. ആലപ്പുഴയിൽ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ടെന്ന് പറയുന്നത് UDFൻ്റെ വോട്ടാണ്. അതേസമയം 13% മുസ്ലിം വോട്ടുണ്ട്. ആ മുസ്ലിം വോട്ട് എങ്ങോട്ടേക്ക് മാറുന്നു എന്നതാണ് എപ്പോഴും വിജയപരാജയം. 7% ഇടതുപക്ഷത്തേക്ക് പോകുന്ന കേഡർ വോട്ടുകൾ ഉണ്ട്. ഉണ്ട്. അപ്പോൾ പക്ഷേ വേറെ പ്രശ്നം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം അത് ആരിഫിന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യം അത് ആ വോട്ട് ബാങ്കിനെ മാനേജ് ചെയ്യുന്ന ആരിഫ് വിജയിച്ചത് തന്നെയാണ് യഥാർത്ഥ
യഥാർത്ഥത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു കേട്ടോ. 10,000 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ്, 1% വോട്ടിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ നെഗ്ലിജിബിൾ ആണ് ഈ 10,000 വോട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്രയും ചുരുങ്ങിയ വോട്ടിലാണ് ആരിഫ് ജയിച്ചതെങ്കിലും ആരിഫിന് ഈ പറയുന്ന അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള മുസ്ലിം ബെൽറ്റിനകത്ത് ഒരു നല്ല വിഭാഗത്തെ കൂട്ടത്തിൽ നിർത്താൻ കഴിഞ്ഞു. നമ്മൾ ഈ സാമുദായിക സമവാക്യം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് വളരെ പ്രധാനമാണ്. നമ്മുടെ പ്രേക്ഷകർ പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഒരു വർഗീയത പറയുകയാണ്, വർഗീയത അങ്ങനെയൊന്നുമില്ല, വളരെ വോട്ട് ബാങ്കായി മാറുകയാണ്. സാമുദായിക സമവാക്യങ്ങളാണ് എക്കാലത്തും ഈ പറയുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിച്ചിട്ടുള്ളത്. ഇപ്പം കൃത്യമായ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്ന ആളുകൾ ഒരു നല്ല ശതമാനം ഉണ്ടായിരിക്കുമ്പോൾ തന്നെയും വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിനകത്ത് ഓരോ വോട്ട് ബാങ്കുകളും വളരെ പ്രധാനമാണ്. ആ വോട്ട് ബാങ്കുകൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ നോക്കട്ടെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിപ്പം ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഏതൊക്കെ സമുദായത്തിനാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ആ സമുദായത്തിൽപ്പെട്ട ഒരാളെ നിർത്തുക, അങ്ങനെയാണല്ലോ മണ്ഡലത്തിൽ നിർത്തുക. ശോഭാ സുരേന്ദ്രന്റെ വരവ് അപ്പോൾ മാഡം എങ്ങനെയായിരുന്നു? ഞാൻ പറയാം. ഇപ്പോൾ ആലപ്പുഴയിൽ കേസിക്ക് സാധ്യത കൂടുതലാണ് എന്ന് പറയുന്നത്, അതിലേക്ക് കൂടി പറഞ്ഞതിന് ശേഷം അതിലേക്ക് വരാം. ആരിഫിനെതിരെ പാർട്ടിക്കകത്ത് ചില പ്രശ്നങ്ങൾ. ആരിഫിനകത്തെ GR നാസർ, MV ഗോവിന്ദനെ കണ്ട് ആരിഫിനെ നിർത്തരുത് എന്ന് പറഞ്ഞൊരു ഘട്ടമുണ്ടായിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറായി CV ചന്ദ്രബാബുവിനെ നിശ്ചയിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി. അങ്ങനെയൊക്കെയുള്ള ചില ഘടകങ്ങൾ കൂടി കഴിഞ്ഞ തവണ ഈ കായംകുളം, ചേർത്തല നിയമസഭാ മണ്ഡലങ്ങളാണ് ആരിഫിനെ തുണച്ചിട്ടുള്ളത്. ഇത്തവണ ആ ഒരു സാഹചര്യം മാറുന്നുണ്ട്. അപ്പോൾ സവർണ വോട്ടുകൾ, ഒപ്പം തന്നെ മുസ്ലിം വോട്ടുകൾ, തെക്കേറ്റത്തുള്ള മുസ്ലിം വോട്ടുകൾ, തീരദേശ മേഖലയിലെ വോട്ടുകൾ, അവിടുത്തെ ലത്തീൻ വോട്ടുകൾ, ഇതൊക്കെ തന്നെ കേസിക്ക് അനുകൂലമായി വരികയാണ്. മാത്രമല്ല പാർട്ടി ഒറ്റക്കെട്ടായി കേസി വരുന്നു, പാർട്ടി ഉണരുന്നു എന്ന രൂപത്തിലേക്ക് അവിടെ ആലപ്പുഴയിൽ മാറിയിട്ടുണ്ട് എന്നുള്ള ഘടകം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ KS രാധാകൃഷ്ണൻ ഈ പാർട്ടിയിലെ ഒരു വലിയ സജീവ മുഖമൊന്നും അല്ലെങ്കിലും അദ്ദേഹത്തിന് 1,00,000-ൽ പരം വോട്ട് കിട്ടിയത്. അതെ, അത് കിട്ടിയത് ഒരു സ്കോളർ ഫേസ് ആണ്. അല്ല, സ്കോളർ ഫേസ് എന്നതിനപ്പുറമുള്ള പ്രധാനപ്പെട്ട ഈ പറഞ്ഞ വീറുട്ട നേതാക്കളുണ്ടല്ലോ, നല്ല പ്രസംഗങ്ങൾ നടത്തുന്നു. ഇപ്പോൾ ശോഭ അങ്ങനത്തെ ഒരു നേതാവാണല്ലോ. അതെ, കഴിഞ്ഞ തവണ ഈ തരുന്ന 2 മുസ്ലിം സ്ഥാനാർത്ഥികൾ എന്നുള്ളതാണ് ഇത്രയും വോട്ട് കിട്ടാനുള്ള കാരണം. ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ വരുന്നത് ഭയങ്കര ക്രൗഡ് പുള്ളറാണ്. ശോഭ വരുന്നിടത്തേക്ക് ആളുകളൊക്കെ ഒഴുകിയെത്തുന്നുണ്ട്. പക്ഷേ പാർട്ടി കാലുപാരുമെന്നുള്ള സൂചനകൾ അവിടെ കിട്ടും. അതൊരു BJP-യെ സംബന്ധിച്ച്. പക്ഷേ ആറ്റിങ്ങിൽ അത്ഭുതം കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ശോഭയാണ് കഴിഞ്ഞ പ്രാവശ്യം ആറ്റിങ്ങിലാണ് ഏറ്റവും കൂടുതൽ വളർച്ച കാണിച്ച മണ്ഡലമല്ലോ BJP-യെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അർത്ഥത്തിൽ ശോഭ ഒരു നല്ല ഫൈറ്ററാണ്. പക്ഷേ ഇപ്രാവശ്യം ഈ KC വേണുഗോപാൽ വരുമ്പോൾ നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ എൻറ്റയർ മെഷീനറി ഓടുന്നു. ഇപ്പോൾ ഇന്ന് പോലും KC വേണുഗോപാൽ ഡൽഹിയിലാണ്. ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് KC വേണുഗോപാൽ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ആലപ്പുഴ മണ്ഡലത്തിൽ ഇല്ല. കാരണം ഈ ഭാരത് ജോഡോ ന്യായയാത്രയുടെ സമാപനം, ഈ CWC നടക്കുന്നു. അപ്പോഴും ഈ KC വേണുഗോപാലിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ആ മെഷീനറി ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. KC വേണുഗോപാൽ എന്ന് പറയുന്ന അവിടുത്തെ ഒരു യുണൈറ്റിംഗ് ഫിഗറാണ് ആ പാർട്ടിയെ സംബന്ധിച്ച്. എനിക്ക് തോന്നുന്നത് KC വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ആലപ്പുഴയിലേക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ ഡൽഹിയിലായിരിക്കുമ്പോൾ, ഇപ്പോൾ രാജ്യസഭാ അംഗമായതിനു ശേഷമാണെങ്കിൽ പോലും കണ്ണൂരിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ തവണ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോകുന്നതിനേക്കാൾ കൂടുതൽ തവണ ആലപ്പുഴയിലാണ് KC വേണുഗോപാലിന് ആലപ്പുഴയിൽ ഒരു വീടുണ്ട്. ആലപ്പുഴയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഒരു ആലപ്പുഴക്കാരനായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാൽ ഒരു പുറത്തുനിന്ന് വന്ന ഒരാളാണെന്നുള്ളൊരു തോന്നലില്ല. ആ അർത്ഥത്തിൽ ആലപ്പുഴ മണ്ഡലത്തിൻ്റെ ഒരു പൾസ് അറിയാവുന്ന, എല്ലാവരുടെയും ഒരു താല്പര്യമൊക്കെ ഉള്ള, എല്ലാവരോടും ബന്ധപ്പെട്ട ഒരാളാണ് KC വേണുഗോപാൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് KC വേണുഗോപാൽ അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഈസി വാക്ക് ഓവർ ആണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്. KC ആണ്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ വന്ന് ആ ഈസിനെസ് അത് എത്രത്തോളം കുറയ്ക്കും, എത്രത്തോളം ഒരു സ്പോയിലറായി മാറും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം AM ആരിഫ് വേഴ്സസ് KC എന്നുള്ളതിനേക്കാൾ അവസാന ഘട്ടം എത്തുമ്പോൾ ഒരുപക്ഷെ KC വേഴ്സസ് ശോഭ എന്ന നിലയിലേക്ക് ആ മത്സരം. ആലപ്പുഴയിൽ അങ്ങനെ ഒരു സാധ്യതയില്ല. കാരണം ആലപ്പുഴ എന്ന് പറയുന്നത് ആ പൂർണ്ണമായിട്ട് ഈ 2 മണ്ഡലം നമ്മൾ നേരത്തെ സുജയ പറഞ്ഞ പോലെ അതല്ല ഞാൻ പറഞ്ഞത്. ഈ നമ്മൾ ഡാറ്റ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഹരിപ്പാട്, പിന്നെ അതേപോലെ തന്നെ കരുനാഗപ്പള്ളി, CR മഹേഷ്, രമേശ് ചെന്നിത്തല, ആ 2 മണ്ഡലങ്ങളിൽ. ബാക്കി 5 മണ്ഡലങ്ങളും എന്ന് പറയുന്നത് പിന്നെ പുന്നപ്രവയലാറിൻ്റെ മണ്ണാണത്. അത് മാത്രമല്ല CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മുടെ ഈ ഒപ്പീനിയൻ പോളിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ, പിണറായി പിന്നെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ആലപ്പുഴയിൽ നിന്നായിരുന്നു. 22%, 23% അല്ലല്ല 22%. അതാ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു പോയതാണ്. 22% നമ്പർ 1 ആയി പിണറായി വന്ന മണ്ഡലമാണത്. അപ്പോൾ അതായത് മറ്റ് ജില്ലകളിലെല്ലാം അല്ലെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിലെല്ലാം KK ശൈലജയോട് തോറ്റ് 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും ഒക്കെ ആകെ മുന്നിൽ വന്നത് ആലപ്പുഴയിൽ. അഡ്വാൻറ്റേജ് ആരിഫിന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ ആയിക്കോട്ടെ. എന്നാൽ പോലും ആ ഫൈറ്റ് എന്ന് പറയുന്നത് വലിയ ഫൈറ്റാണ്. ആ ഫൈറ്റിൽ KC വേണുഗോപാൽ ഒരു അഡ്വാൻറ്റേജ് നിശ്ചയമായുമുണ്ട്. അതിനകത്ത് തർക്കമില്ല. പക്ഷേ ആരിഫും KC വേണുഗോപാലും തമ്മിലാണ് അതിശക്തമായ മത്സരം ആലപ്പുഴയിൽ നടക്കുന്നത്. ഞാൻ കാണുന്നത് അതൊരു ത്രികോണ പോരാട്ടമായാണ്. നമുക്ക് ഡിഫർ ചെയ്യാം. അത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ, അടുത്ത തവണ ഈ മണ്ഡലം എടുക്കുമ്പോഴേക്കും അവിടുത്തെ സാഹചര്യം മറിയുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യാം ഉണ്ണി സർ. അപ്പോൾ നമുക്ക് നേരെ പത്തനംതിട്ടയിലേക്ക് പോകാം. പത്തനംതിട്ടയിൽ രൂപീകരിച്ചത് മുതൽ UDF-നെ കൈവിടാതെ മുറുക്കി പിടിച്ച മണ്ഡലമാണ് പത്തനംതിട്ട. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം അവിടെ നടക്കുകയും ചെയ്തു.
2009 മുതൽ നടന്ന 3 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ആണ് വിജയക്കൊടി നാട്ടിയത്. 3 തവണയും LDF-ഉം NDA-യും ഉയർത്തിയ വെല്ലുവിളിയും ചെറുതല്ല. അപ്പോൾ പത്തനംതിട്ടയിലെ ഇത്തവണത്തെ സ്ഥാനാർത്ഥികൾ ശക്തമായ മത്സരമാണോ ഇക്കുറി പത്തനംതിട്ടയിൽ? നോക്കാം. സ്ഥാനാർത്ഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആൻഡ്രൂ ആന്റണി സിറ്റിംഗ് MP കോൺഗ്രസിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഡോക്ടർ TM തോമസ് ഐസക് മുൻ ധനമന്ത്രിയെ തന്നെ ഫീൽഡ് ചെയ്തിരിക്കുന്നു CPIM. അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് എത്തിയ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ് ആൻഡ്രൂ ആന്റണിക്കും തോമസ് ഐസക്കിനും എതിരാളിയായി പത്തനംതിട്ടയിൽ ഇത്തവണ വരുന്നത്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം ശക്തമായ ത്രികോണ പോരാട്ടമാണ് എന്ന് നമ്മൾ ആമുഖമായി സൂചിപ്പിച്ചു. ആൻഡ്രൂ ആന്റണി അന്ന് നേടിയ വോട്ടുകൾ എത്രയാണ്? വീണ ജോർജ് എത്ര വീതം വോട്ടുകൾ അവിടെ സ്വന്തമാക്കി എന്നുകൂടി നോക്കാം. ഭൂരിപക്ഷം എന്ന് പറയുന്നത് 50,000-ൽ താഴെയാണ്. 3,80,927 വോട്ടുകൾ ആൻഡ്രൂ ആന്റണി നേടുമ്പോൾ വീണ ജോർജ് നേടിയത് 3,36,684 വോട്ടുകളാണ്. കെ സുരേന്ദ്രൻ 2,97,396 വോട്ടുകളും. അങ്ങനെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 44,243 നിൽക്കുന്നു പത്തനംതിട്ടയിൽ. മുന്നണികളുടെ വോട്ട് ശതമാനത്തിലേക്ക് കൂടി നമുക്ക് വരാം. അതിലെ അന്തരം എത്രയാണെന്ന് നോക്കാം. 5% അന്തരം മാത്രമാണ് UDF-ഉം LDF-ഉം തമ്മിലുള്ളത്. LDF-ഉം NDA-യും തമ്മിലുള്ളത് 4% വോട്ടന്തരമാണ്. അതായത് ഒരു ഡിസ്റ്റന്റ് തേർഡ് അല്ല NDA പത്തനംതിട്ടയിൽ. അതുതന്നെയാണ് അവരുടെ പ്രതീക്ഷയും. UDF-ന് 37.08% വോട്ട് വിഹിതം, LDF-ന് 32.77, NDA-ക്ക് 28.95%. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പക്ഷേ കൃത്യമായ സൂചനകൾ നൽകുന്ന ഒന്നായിരുന്നു. പത്തനംതിട്ടയിൽ 7 അസംബ്ലി സെഗ്മെന്റുകൾ എങ്ങനെയാണ് 2021 ചിന്തിച്ചത് എന്ന് കൂടി വളരെ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചുവന്ന് കിടക്കുകയാണ്. ചുവന്ന് കിടക്കുന്ന പത്തനംതിട്ടയുടെ മണ്ണ് ഇക്കുറി തോമസ് ഐസക് ഇറങ്ങുമ്പോൾ LDF-ലേക്ക് തന്നെ വന്ന് ഫിക്സ് ആകുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സാമുദായിക വോട്ടുകൾ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പത്തനംതിട്ടയിൽ. എത്ര വീതമാണ് ഓരോ വിഭാഗത്തിനും പത്തനംതിട്ടയിലുള്ള വോട്ടുകൾ എന്ന് കൂടി നോക്കാം. ആ സമവാക്യങ്ങൾ ഇക്കുറി ആരെ തുണയ്ക്കുമെന്ന വിശകലനത്തിലേക്കും പോകാം. ഹിന്ദു വിഭാഗത്തിനുള്ളത് 55.10%, ക്രിസ്ത്യൻ 39.66. അത് വളരെ പ്രധാനപ്പെട്ടതാണ് പത്തനംതിട്ടയിൽ. മുസ്ലിം വിഭാഗത്തിന് 5% റെപ്രസെന്റേഷനാണ് മണ്ഡലത്തിലുള്ളത്. മറ്റുള്ളവരെല്ലാം ചേർന്ന് 0.12%. ഹിന്ദു ക്രിസ്ത്യൻ വോട്ട് ഡിവിഷൻ എങ്ങനെയായിരിക്കും പത്തനംതിട്ടയിൽ വിധിയെ സ്വാധീനിക്കാൻ പോകുന്നത്? ഉണ്ണി സാർ നോക്കൂ, ഇപ്പം കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു? ശബരിമല വിഷയമല്ലേ? അതിന്റെ പ്രഭവ കേന്ദ്രം പത്തനംതിട്ടയല്ലേ? അവിടെ അതിന്റെ ഗുണം മുഴുവൻ കിട്ടിയത് BJP-ക്കായിരുന്നു അല്ലേ? 44,000 വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ യഥാർത്ഥത്തിൽ പിന്നെ ഇദ്ദേഹത്തിന് ആൻഡ്രൂ ആന്റണിക്ക്. അപ്പോൾ UDF-ന് അനുകൂലമായ ഒരു വലിയ കാറ്റ് നിൽക്കുമ്പോൾ പോലും 44,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പത്തനംതിട്ടയിൽ ആൻഡ്രൂ ആന്റണിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ആൻഡ്രൂ ആന്റണിക്ക് തുടർച്ചയായിട്ട് അവിടെ മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഒരു ആന്റി ഇൻകമൻസി ഉണ്ടാകും. ഇപ്രാവശ്യം വളരെ ടൈറ്റായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. അതേപോലെ ഞാൻ മറ്റൊരു കാര്യം കൂടി വിചാരിക്കുന്നു. BJP ഈ പറഞ്ഞ കണക്ക് കഴിഞ്ഞ പ്രാവശ്യം 29% വോട്ടെന്ന് നമുക്ക് പറയാം. 29% വോട്ട് നേടിയ മണ്ഡലത്തിൽ, പത്തനംതിട്ട മണ്ഡലത്തിൽ BJP അതേ പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇക്കുറി അനിൽ ആന്റണിയാണ് അവർ മത്സരിക്കുന്നത്. ഏതായാലും 3 ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ, ഒരേ സമുദായത്തിൽ നിന്നുള്ള 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവിടെ ആ ഹിന്ദു വിഭാഗം എങ്ങനെയാണ്, ആർക്ക് അനുകൂലമായി പ്രാവശ്യം നിൽക്കും എന്നുള്ളത് വളരെ ഒരു കൗതുകരമായ കാര്യമായിരിക്കും. ഏതായാലും ഏറ്റവും ടൈറ്റായി മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി തന്നെ ഇന്നിപ്പോൾ ആറന്മുളയിൽ ശിവദാസൻ നായർ ഉടക്കി നിൽക്കുന്നുണ്ട് ആൻഡ്രൂ ആന്റണിയുമായി. എനിക്ക് തോന്നുന്ന നേരിയ എഡ്ജ് ആൻഡ്രൂ ആന്റണിക്കുണ്ട്. അത് തുണയ്ക്കുന്നത് ആരാണ്? അനിൽ ആന്റണിയാണ്. അനിൽ വന്നതോടുകൂടി ഐസക്കിനുള്ള സാധ്യത മങ്ങിയാണ്. PC ജോർജാണ് മത്സരിച്ചതെങ്കിൽ ഐസക്കിന് കുറച്ചുകൂടി സാധ്യത ഉണ്ടായിരുന്നതിനൊരു വിലയിരുത്തലുണ്ട്. അപ്പോൾ ആ രൂപത്തിലൊരു വിഷയം അവിടെയുണ്ട്. ഇപ്പോൾ അവിടെ പാർട്ടി സെക്രട്ടറി അവിടെ നേരിട്ടെത്തി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു. വളരെ നേരത്തെ തന്നെ ഐസക് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. നല്ല രാഷ്ട്രീയ നേതാവാണ്, നല്ല വ്യക്തിയാണ്. ആ രൂപത്തിലൊരു സ്വീകാര്യതയൊക്കെ ഐസക്കിനുണ്ട്. പക്ഷേ ഈ ചില ഘടകങ്ങൾ BJP-യിലെ വോട്ടുകൾ ചിതറും. അതുകൂടി ആൻഡ്രൂ ആന്റണിക്ക് ഇപ്പോൾ സഹായകമാകുന്ന ഘടകം. നേരത്തെ നമ്മൾ വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറഞ്ഞിടത്താണ് ഈ ഒരു ഘടകം വന്നിരിക്കുന്നത്. അപ്പോൾ BJP തുണയ്ക്കുകയാണ്. അതില്ല, അനിൽ ആന്റണി വന്നതുകൊണ്ട് ഫൈറ്റ് കുറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതൊരു ഒബ്സർവേഷനിലേക്ക് എത്താനുള്ള ഒരു ഘട്ടമായിട്ടില്ല. കെ സുരേന്ദ്രനെ വെച്ച് കമ്പാരിസൺ അല്ല ഉണ്ണി സാർ. ലെറ്റ് മി കംപ്ലീറ്റ്. അതായത് കെ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ഈഴവ വിഭാഗത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഹിന്ദു വോട്ടുകളിൽ ഭൂരിപക്ഷമാണ് കെ സുരേന്ദ്രനിലേക്ക് വരുന്നത്. മറുഭാഗത്ത് അനിൽ ആന്റണി വരുമ്പോൾ അനിൽ ആന്റണിക്ക് സർട്ടൻ പോക്കറ്റ്സിൽ, അതായത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ അരമനകളിലുമൊക്കെ അനിൽ ആന്റണിക്കും സ്വാധീനമുണ്ട്. AK ആന്റണിയുടെ മകനാണ്. അപ്പോൾ ആ രീതിയിലുള്ള സ്വാധീനമാണ് ഉപയോഗപ്പെടുത്തുന്നത്. അതേസമയം തന്നെ ഹിന്ദു വോട്ടുകളെ RSS സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പത്തനംതിട്ടയിൽ കേന്ദ്രീകരിച്ച് ഫിക്സ് ചെയ്ത് നിർത്താൻ കഴിഞ്ഞാൽ ആ 28 എന്ന് പറയുന്നത് എവിടെയും പോകില്ല. അത് മുകളിലേക്ക് ഉയർത്താൻ കഴിയുമോ എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. അല്ല, അങ്ങനെയാണെങ്കിൽ അഡ്വാൻറ്റേജ് തോമസ് ഐസക്കിനാണ്. എത്ര വോട്ടുണ്ടെന്ന ചോദ്യവും അവിടെ ബാക്കി. അല്ല, അരമനയിലെ വോട്ടുകൾ വോട്ടില്ലാതാക്കാനുള്ള കഴിവുണ്ട്. അല്ല, അരമനയിലെ വോട്ടുകൾ അനിൽ ആന്റണിക്ക് അനുകൂലമായി ചിന്തിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് പിന്നെ തോമസ് ഐസക്കിനല്ലേ അഡ്വാൻറ്റേജ് വരിക. കാരണം അത് ഡാമേജ് ചെയ്യുക പിന്നെ ആൻഡ്രൂ ആന്റണി. നമുക്ക് എന്തായാലും ചിത്രം കുറച്ചുകൂടി തെളിയേണ്ടതുണ്ട്. സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങി കരുത്ത് കാട്ടി തുടങ്ങിയിട്ടേയുള്ളൂ. ഇന്ന് 6 മണ്ഡലങ്ങളാണ് നമ്മൾ പരിശോധിച്ചത്. അടുത്ത ദിവസം നമ്മൾ കുറച്ചുകൂടി നേരത്തെ എത്തും അല്ലേ? 6:30 നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തുക. ഇലക്ഷൻ ഷോയിൽ കൂടുതൽ വിശകലനങ്ങളിലേക്ക്, കൂടുതൽ ഡാറ്റ പ്രസന്റേഷനിലേക്കൊക്കെ നമ്മൾ എത്തും. ഇന്ന് തൽക്കാലം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.